ഹായ് ചിൽഡ്രൻ, നിങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. കാരണം ജെയ് അഡ്വാൻസ് എഴുതാൻ വേണ്ടി പോകുന്ന വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. അപ്പൊ എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് തരാനായിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റിനും ലൈവുകൾ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫിസിക്സിന് 4 ദിവസമായിരിക്കും ഉണ്ടാകുക. 4 ദിവസം കൊണ്ട് മാക്സിമം സിലബസ് കവർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, നിങ്ങൾ ലൈവിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. നമ്മുടെ ജെയ് അഡ്വാൻസ് ചാനലിൽ, യൂട്യൂബ് ചാനലിൽ പ്രീവിയസ് ജെയ് അഡ്വാൻസിന്റെ പേപ്പേഴ്സ് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നില്ല, മാക്സിമം പേപ്പേഴ്സ് നമ്മൾ സോൾവ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊരു റെഡി റെഫറൻസ് ആയിട്ട് കരുതി അതും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെക്കാനിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ +1 ഫസ്റ്റ് പാർട്ട് 1 +1 ഫിസിക്സിലെ പാർട്ട് 1 നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമ്മൾ നോക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ തിയറി കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഞാൻ ഹായ് പറയുന്നു. ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, കാരണം ഇത് അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാൻ അതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഞാൻ ഓരോ കോൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്ത് മെല്ലെ മെല്ലെ ചെയ്തേ പോവുള്ളൂ, റഷ് ത്രൂ ചെയ്യില്ല. നിങ്ങൾ എൻ്റെ ഒപ്പം വരാൻ വേണ്ടിയിട്ട് ഞാൻ മെല്ലെ ഓരോ സ്റ്റെപ്പും പറഞ്ഞു തന്നേ പോവുള്ളൂ. നിങ്ങൾ ജസ്റ്റ് സിനിമ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. പെന്നും പേപ്പറും എടുത്തു വെച്ചിട്ട് ഡയഗ്രാം വരയ്ക്കുക, പ്രോബ്ലം ചെയ്യുക, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇഫക്റ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലൈവിൽ പങ്കെടുക്കണം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ സമയം കളയണ്ട. കുറെ കുട്ടികൾ വന്നിട്ടുണ്ട്. വെരി ഹാപ്പി ഫോർ സീയിങ് യു അഗെയിൻ. ഓക്കെ, സെൽഫ് സ്റ്റഡി ആണ് ജെയ് അഡ്വാൻസിന്റെ നട്ടല് കേട്ടോ. സെൽഫ് സ്റ്റഡി ചെയ്യണം, അല്ലാണ്ട് എല്ലാത്തിനും ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കുറെയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഈ ക്വസ്റ്റ്യൻ, ഈ പിക്ചർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ എവിടുന്നാ ഞാൻ എടുത്തതെന്നറിയാവോ? ഇത് ജെയ് അഡ്വാൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഇറ്റ് ഈസ് നോട്ട് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇത് ഇരിഡോവ് എന്ന് പറയുന്ന ഒരു ജനറൽ ഫിസിക്സിന്റെ ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്റെ കളക്ഷൻ ഉള്ള ഒരു ബുക്കുണ്ട്, ഇരിഡോവ്. ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് 2016 ഈ ക്വസ്റ്റ്യനെ മോഡിഫൈ ചെയ്തിട്ട് വേറൊരു രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഈ ക്വസ്റ്റ്യനെ കുറിച്ചുള്ള ഐഡിയ കിട്ടണം, എന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇതിൽ കുറെ കൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എ റൗണ്ട് കോൺ വിത്ത് ഹാഫ് ആംഗിൾ ആൽഫ ഈസ് ഈക്വൽ ടു 30. ഹാഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് 30 ആണെന്ന്. 30 അപ്പൊ ഫുൾ ആംഗിൾ എത്രയായിരിക്കും? 60 ആയിരിക്കും, നിങ്ങൾക്ക് അറിയാമല്ലോ. ആൻഡ് ദ റേഡിയസ് ഓഫ് ദ ബേസ് ആർ ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. കുട്ടികളെ, ഈ റേഡിയസ് 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. റോൾസ് യൂണിഫോംലി ആൻഡ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഓവർ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആർ ഷോൺ. ഇത് എന്താ ചെയ്യുന്നത്? റോള് ചെയ്യുകയാണ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. അപ്പൊ ഇത് സ്പിന്നും ചെയ്യുന്നുണ്ട്, ഓക്കെ, ഓർബിറ്റും ചെയ്യുന്നുണ്ട്. ഇത് 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സ്പിൻ ചെയ്യുന്നു. നിങ്ങൾ റോളിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. റോളിംഗ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് 2 മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ട്രാൻസ്ലേഷൻ മോഷൻ ആൻഡ് റൊട്ടേഷൻ മോഷൻ, ഇല്ലേ? ഇവിടെ ഇത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് സ്പിൻ ചെയ്യുന്നുണ്ട്. എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ഇറ്റ് ഈസ് സ്പിന്നിങ് ആൻഡ് ഈ ബോഡി ആസ് എ ഹോൾ ഈസ് ഓർബിറ്റിംഗ് അറൌണ്ട് ദിസ് ആക്സിസ്. അപ്പൊ 2 കോമ്പിനേഷൻ ഓഫ് 2 മോഷൻ ആണ് ഇതിലുള്ളത്. അതവിടെ നിൽക്കട്ടെ. ദ അപ്പെക്സ്, കോൺ അപ്പെക്സ് ഈസ് ഹിഞ്ച്ഡ് അറ്റ് ദ പോയിന്റ് O എന്ന പോയിന്റിൽ ഈ അപ്പെക്സ് ഉണ്ടല്ലോ, ഹിഞ്ച് ചെയ്തിട്ട്, വിച്ച് ഈസ് ഓൺ ദ സെയിം ലെവൽ വിത്ത് ദ പോയിന്റ് സി. സിയും ഇതും ഒരേ ലെവലിലാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ ആക്സസ് നോക്കിയേ, ഈ പ്ലെയിനിന് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിന് പാരലാണെന്ന് അർത്ഥം. ഇത്ര കാര്യം മനസ്സിലായല്ലോ. ദ കോൺ ബേസ് ദ കോൺ ബേസ് പോയിന്റ് O which is on the same, the cone base point center. Okay, see the cone base point center. The velocity of C is given. നോക്കിയേ, ഈ പാർട്ടിക്കിളിന്റെ C എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി ഗിവൺ. ആ തന്നിട്ടുള്ളതെല്ലാം ഞാൻ ഒന്ന് പെയിന്റ് അടിക്കാം. ഓക്കെ, റേഡിയസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, പിന്നെ ഹാഫ് ആംഗിൾ. 3 ഡേറ്റയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. നോക്കൂ, 3 ഡേറ്റയെ തന്നിട്ടുള്ളൂ. എന്താ നമുക്ക് വേണ്ടത്? ഫൈൻഡ് ദ മോഡുലി ഓഫ്
മോഡുലി എന്ന് പറഞ്ഞാൽ മോഡുലസ് കണ്ടുപിടിക്കണം, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. മോഡുലി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ്. എന്തിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം എന്ന് നോക്കി. ദ വെക്ടർ ഓഫ് ആംഗുലാർ വെലോസിറ്റി, ഈ ബോഡിയുടെ ആംഗുലാർ വെലോസിറ്റി വെക്ടർ കണ്ടുപിടിക്കണം. ഓഫ് ദ കോൺ ആൻഡ് ദ ആംഗിൾ ഇറ്റ് ഫോംസ് വിത്ത് വെർട്ടിക്കൽ. ഈ ബോഡിയുടെ ആംഗുലാർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും വേണം, ആംഗുലാർ വെലോസിറ്റി വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും വേണം. ഇത് ആദ്യത്തേത്. ഇനി രണ്ടാമത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ വെക്ടർ ഓഫ് ആംഗുലാർ ആക്സലറേഷൻ ഓഫ് ദ കോൺ. ഈ കോണിന്റെ ആംഗുലാർ ആക്സലറേഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ജസ്റ്റ് വായിച്ചിട്ട് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബേസിക്കലി. എന്താണ്? ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് സ്പിന്നിങ്. ലെറ്റ് മീ കോൾ ഇറ്റ് റൊട്ടേറ്റിംഗ് എന്ന് ഞാൻ പറയാൻ പാടില്ല. സ്പിന്ന് ചെയ്യുന്നു. എങ്ങനെ? എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഇറ്റ് ഈസ് സ്പിന്നിങ്. അപ്പൊ ആ സ്പിന്നിന്റെ ഡയറക്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ 4 ഫിംഗേഴ്സ് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തമ്പ് എങ്ങനെ നിൽക്കും? ഞാനൊന്ന് വരച്ച് കാണിക്കാം. ദാ ഇങ്ങനെ ആ സ്പിന്നിന്റെ ഡയറക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? നിങ്ങൾ നിങ്ങളുടെ ഫിംഗേഴ്സ് മടക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ തമ്പ് ദേ ഇങ്ങനെയല്ലേ നിൽക്കുന്ന കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ആംഗുലാർ സ്പീഡ് ഉണ്ട്, സ്പിൻ ആംഗുലാർ സ്പീഡ്. ദാറ്റ് ഈസ് എലോങ് ദി ആക്സിസ്. ഞാൻ ആക്സിസ് വരയ്ക്കാം. ലുക്ക്, ദാറ്റ് ഈസ് എലോങ് ദിസ് ആക്സിസ്. ദിസ് ഈസ് ദ ആക്സിസ് ഓഫ് സ്പിന്നിങ്. therefore it has an angular speed. വേറെ കളറിൽ ഞാൻ വരയ്ക്കാം ആംഗുലാർ സ്പീഡ് കാണിക്കാൻ. ഇതാ ഈ ആംഗുലാർ സ്പീഡ് എങ്ങോട്ടാണ്? ഈ ഡയറക്ഷൻ അല്ലേ? അതിനെ ഞാൻ ഒമേഗ എസ് എന്ന് വിളിക്കുന്നു. അത് തന്നിട്ടില്ല. ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ആസ് ഒമേഗ എസ്. മെല്ലെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഈ ഒറ്റ മോഷനേ ഉള്ളോ? അത് അവിടെ നിന്നടുത്ത് നിന്ന് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല, അത് ഓർബിറ്റും ചെയ്യുന്നു. ഇനി നോക്കിയാൽ നിങ്ങൾ ഈ സി എന്ന പോയിന്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ സി എന്ന പോയിന്റ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദിസ് ബോഡി ആസ് എ ഹോൾ ഈസ് ഓർബിറ്റിംഗ് വിത്ത് ദിസ് റേഡിയസ്. ഈ റേഡിയസിൽ അല്ലേ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് വേറെ ആംഗുലാർ സ്പീഡ് കൂടിയുണ്ട്. ആ ആംഗുലാർ സ്പീഡ് എങ്ങനെയാ? അപ്പൊ ഇത് ഓർബിറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ 4 ഫിംഗേഴ്സ് കേൾ ചെയ്യുക. നിങ്ങളുടെ തമ്പ് എങ്ങോട്ടാ നിൽക്കുന്നത് നോക്കുക. അത് ഇതിന്റെ വേറൊരു ആംഗുലാർ സ്പീഡാണ്. ആംഗുലാർ സ്പീഡ് അതെങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് സ്പിന്നിങ്, ഓർബിറ്റിംഗ് അറൌണ്ട് ദിസ് ആക്സിസ്. ഇതാണല്ലോ ആക്സിസ്, ഇതിന് ചുറ്റുമല്ലേ ഇത് ഓർബിറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ആ ആംഗുലാർ സ്പീഡ് ഉണ്ടല്ലോ കുട്ടികളെ, ഇത് ഇങ്ങനെ വരും. സി, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ്. ആംഗുലാർ സ്പീഡ് ഈസ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ആംഗുലാർ സ്പീഡ് ഓഫ് ഇതിന് രണ്ടിനും ഞാൻ 2 പേരാണ് കൊടുക്കുന്നത്. നോക്കൂ, ഒരെണ്ണത്തിന് ഒമേഗ എസ് എന്ന് കൊടുത്തു, ഒരെണ്ണത്തിന് ഒമേഗ ഒ എന്ന് കൊടുക്കുന്നു. ഒമേഗ ഒ എന്താണ്? ഈ ഒമേഗ ഒ ഓർബിറ്റൽ ആംഗുലാർ സ്പീഡ്. ഓർബിറ്റൽ ആംഗുലാർ സ്പീഡ്, ഓർബിറ്റ് കറങ്ങുന്നതിന്റെ ആംഗുലാർ സ്പീഡ്, മറ്റേ സ്പിൻ. ഓക്കെ, ഇനി ഇത് രണ്ടെണ്ണവും വെക്ടർ ആണ്. മനസ്സിലാക്കുക, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട് നമുക്കറിയാം. അപ്പൊ ഇത് രണ്ടും കൂടെ വെക്ടറിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ബോഡിയുടെ ആംഗുലാർ സ്പീഡ് കിട്ടും. അവിടെ ഒരു ക്യാച്ചിങ് പോയിന്റ് ഉണ്ട്. ഈ രണ്ടെണ്ണത്തിന്റെ റിസൾട്ടന്റ് ഏത് ഡയറക്ഷനിലാണെന്ന് അറിയാമോ? അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ദേ ഈ ഡയറക്ഷനിലായിരിക്കും, ഈ ലൈനിലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ ലൈനിന് ഒരു പ്രത്യേകതയുണ്ട് കുട്ടികളെ. ഈ ലൈന് നോക്കി, ഇതിന്റെ ഈ ബേസ് ലൈൻ ഉണ്ടല്ലോ, ഇത് ഈ ലൈനിന് അല്ലെങ്കിൽ ഈ ആക്സിസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ആക്സിസിലായിരിക്കും അല്ലെങ്കിൽ ഈ ലൈനിലായിരിക്കും ഇതിന്റെ റിസൾട്ടന്റ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരും, നിങ്ങൾ പേടിക്കണ്ട. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ റിസൾട്ടന്റ് മസ്റ്റ് ബി എലോങ് ദാറ്റ് ലൈൻ, ബേസ് ലൈൻ. ഓക്കെ, ആ ലൈൻ ഒരു പേരൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരും. പേടിക്കണ്ട. അപ്പം നോക്കൂ നിങ്ങൾ. ഓക്കെ, ഇതാണ് ഈ രണ്ടെണ്ണത്തിന്റെ റിസൾട്ടന്റ്. അതിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ഒമേഗ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ ഒമേഗ എസും ഒമേഗ ഓയും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഒമേഗ കിട്ടും. അപ്പൊ ഈ ആംഗിൾ ആൽഫയാണെങ്കിൽ, ഇഫ് ദിസ് ആംഗിൾ ഈസ് ആൽഫ, യു മസ്റ്റ് നോ ദിസ് ആംഗിൾ മസ്റ്റ് ഓൾസോ ബി ആൽഫ. കാരണം എന്താണ്? ഇത് ഈ ലൈനിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഇനി അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയാവോ? എന്തുകൊണ്ടാണ് ഈ നെറ്റ് ആംഗുലാർ സ്പീഡ് ഈ ലൈനിലായ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് ആ കൺസെപ്റ്റിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതിലേക്ക് ഞാൻ പറഞ്ഞുതരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇനി എന്താണ് ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആംഗുലാർ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം.
ആംഗുലാർ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണല്ലോ ഇതിന്റെ ഒമേഗ, നെറ്റ് ഒമേഗ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഡി ഒമേഗ ബൈ ഡി ടി, ടൈം ഡെറിവേറ്റീവ് എടുത്താൽ മതി. കാരണം ആൽഫ ഈസ് ഈക്വൽ ടു ഡി ഒമേഗ നെറ്റ് ഒമേഗ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഈ ഒമേഗ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ, നിങ്ങൾ മനസ്സിലാക്കൂ. ഈ ഒമേഗ 0 ഒമേഗ ഒ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, അത് എപ്പോഴും ഇങ്ങനെയായിരിക്കും. പക്ഷെ ഈ കോണ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഒമേഗ എസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒമേഗ എസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ, ഈ ഒമേഗയും ഇങ്ങനെ ഒരു കോണിക്ക് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് വെക്ടറിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. അതുപോലെ ഈ ലൈനിനെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് കോൺസെപ്റ്റുകൾ പഠിച്ചാലേ ഇനി നമുക്കിതില് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തൊക്കെയാ? എന്താണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, എന്താണ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ റൊട്ടേറ്റിംഗ് വെക്ടർ. അത് രണ്ടും ഞാൻ പറഞ്ഞു തന്നിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും ഞാൻ വരാം. നോക്കിയ കുട്ടികളെ, കോൺസെപ്റ്റ് റീക്വയർഡ് 1. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഫസ്റ്റ് കോൺസെപ്റ്റ് അതെന്താ? ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. നോക്കിയേ, ഈ പോയിന്റ് ഉണ്ടല്ലോ റെസ്റ്റിലാണ്. ഡൗട്ട് ഉണ്ടേ ചോദിച്ചോ കേട്ടോ. ഈ പോയിന്റ് ഉണ്ടല്ലോ കുട്ടികളെ റെസ്റ്റിലാണ്. ഓക്കെ, ഈ പോയിന്റും റെസ്റ്റിലാണ്. അപ്പൊ ഈ രണ്ട് പോയിന്റും റെസ്റ്റിലായതുകൊണ്ട് ഇതിന്റെ ഈ രണ്ട് പോയിന്റിലെയും ജോയിൻ ചെയ്യുന്ന എല്ലാ പോയിന്റും റെസ്റ്റിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഒരു റിജിഡ് ബോഡി ഉണ്ടല്ലോ, സാധാരണ ഒരു കോംപ്ലിക്കേറ്റഡ് മോഷൻ ആയിരിക്കും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ഉണ്ടാവും, റൊട്ടേഷൻ ഉണ്ടാവും, ഇതിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. പക്ഷെ അതിനെ ഒരു പ്യുവർ റൊട്ടേഷൻ മോഷൻ ആയിട്ട് കരുതാം. എവറി കോംപ്ലിക്കേറ്റഡ് മോഷൻ ഓഫ് എ റിജിഡ് ബോഡി ക്യാൻ ബി കൺസിഡേർഡ് ഇൻസ്റ്റന്റ്ലി ആസ് എ what? Pure rotation about an axis. That particular axis is called what? That particular axis is called instantaneous axis of rotation. എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഇതുണ്ടല്ലോ, ഈ ആക്സിസിന് എറൗണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇതിന്റെ ആംഗുലാർ സ്പീഡ് എങ്ങനെയായിരിക്കും? ഇത് ഇങ്ങനെയായിരിക്കും. അതെല്ലാം ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഇത് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ലെറ്റ് മീ ഡ്രോ ഇറ്റ്. ദിസ് ഈസ് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, നെറ്റ് ആംഗുലാർ സ്പീഡ് ഉണ്ടല്ലോ കുട്ടികളെ, നെറ്റ് ആംഗുലാർ സ്പീഡ് എങ്ങോട്ടായിരിക്കും? ഈ ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷനിലായിരിക്കും നെറ്റ്. ഓക്കെ, ആ നെറ്റിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ എഴുതിയതേ ഉള്ളൂ. എന്തൊക്കെയാ? ഒമേഗ ഒ ആൻഡ് ഒമേഗ എസ്. ഇത് രണ്ടുമാണല്ലോ. ഇനിയും നോക്കൂ നിങ്ങൾ, ഈ ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ പ്രത്യേകത, ഇൻസ്റ്റന്റേനിയസ് സെന്ററോ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബോഡിയിൽ, ഈ റിജിഡ് ബോഡിയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ടേക്ക് ദിസ് പോയിന്റ്, ഈ പോയിന്റ് പി, ഈ പോയിന്റിന് ഒരു പേര് ഞാൻ കൊടുത്തു. ആ പോയിന്റ് പി എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതിന്റെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. ആ ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഈ എക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇതിന്റെ നെറ്റ് വെലോസിറ്റി. അതുകൊണ്ടാണ് ഇതിനെ ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത് തന്നെ. ഞാൻ വേറൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ. പ്യുവർ റോളിങ്ങിലുണ്ടല്ലോ കുട്ടികളെ, പ്യുവർ റോളിങ്ങിൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എങ്ങനെയാണ്? പോയിന്റ് ഓഫ് കോണ്ടാക്ട് റെസ്റ്റിലാണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ. ഈ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എന്തായിരിക്കും? ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആയിരിക്കും. ഏത് ബോഡി എടുക്കുകയാണെങ്കിലും, ഫോർ എക്സാമ്പിൾ ടോപ്പ് മോസ്റ്റ് പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി ഇത് ഇങ്ങനെയായിരിക്കും. സെന്ററിലെ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി ഇങ്ങനെയായിരിക്കും. ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ നോക്കിയേ, ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ലൈൻ ജോയിനിങ്ങിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷനുമായിട്ട് ജോയിൻ ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും വെലോസിറ്റീസ്, നെറ്റ് വെലോസിറ്റി. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്? ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഈ എക്സ്, ഇത് ഒമേഗ ആംഗുലാർ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് പറയുന്ന പോലെ എക്സ് ഒമേഗ എന്ന് നമുക്ക് പറയാം. എക്സ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇത് എക്സ്, ഇതിന്റെ ആംഗുലാർ സ്പീഡ് ഒമേഗ ആണെങ്കിൽ വി ഈസ് ഈക്വൽ ടു എക്സ് ഒമേഗ എന്ന് പറയാം. അതുപോലെ ഇവിടെയും നമുക്ക് പറയാൻ പറ്റും. ശ്രദ്ധിക്കൂ, ഇവിടെ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ പോയിന്റ് പി? വെലോസിറ്റി ഓഫ് ദ പോയിന്റ് പി ഈസ് ഈക്വൽ ടു ഈ ബോഡിയുടെ നെറ്റ് ആംഗുലാർ സ്പീഡ്. ഇതല്ല എടുക്കേണ്ടത്, നോട്ട് ദിസ് വൺ, നോട്ട് ദിസ് വൺ. ദിസ് ബോഡി ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ് ആക്സിസ് instantly. It is just rotating only.
About this axis, it is just rotating only, no complicated motion, just like fixed axis rotation. Just like fixed axis rotation. Therefore, omega times x. എന്താണ് omega times x. Omega times x. Omega is the net angular speed, x is the perpendicular distance. അങ്ങനെയാണ് സിയുടെ വെലോസിറ്റി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് നോക്കിയേ. സിയുടെ വെലോസിറ്റി വി സി എന്ന് ഞാൻ പറയാം. വി സി. സിയുടെ വെലോസിറ്റി പറയണമെങ്കിൽ സിയിൽ നിന്ന് ഈ ആക്സിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ റേഡിയസ് ആറാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ ആൽഫ ആയിരിക്കുമല്ലോ. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. എന്തുകൊണ്ടാണ് ഈ ആംഗിൾ ആൽഫ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കൂ. ഏത് ആംഗിൾ ആണെന്ന് മനസ്സിലായോ? ദിസ് പർട്ടിക്കുലർ ആംഗിൾ ഈസ് ആൽഫ. എന്തുകൊണ്ടാ? ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് ഇത്. അതുപോലെ ഈ ഹൊറിസോണ്ടൽ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് ഇത്, അല്ലേ? അപ്പൊ ഈ ആംഗിള് ഹാഫ് ആംഗിൾ നോക്കൂട്ടില്ലേ. ഈ ആംഗിളിനും ഈ ആംഗിളിനും ഇടയ്ക്കുള്ള ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിൾ ആൽഫയാണെങ്കിൽ അവയുടെ പെർപെൻഡിക്കുലർക്കിടയിലുള്ള ആംഗിളും ആൽഫ ആയിരിക്കും. ഇതിന്റെ പെർപെൻഡിക്കുലറായി ഇതിന്റെ പെർപെൻഡിക്കുലറായി, അപ്പൊ ഇതും ആൽഫ ആയിരിക്കും. അത് സിമ്പിൾ ജോമെട്രിയാണ്. അപ്പം വി സി എങ്ങനെ എഴുതാൻ പറ്റും? വി സി ഈസ് ഈക്വൽ ടു, ലുക്ക്, വി സി എഴുതണമെങ്കിൽ, വെലോസിറ്റി ഓഫ് സി എഴുതണമെങ്കിൽ ഒമേഗ ടൈംസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചിൽഡ്രൻ? What is the perpendicular distance? R cos alpha. R cos alpha. അങ്ങനെ വി സി തന്നിട്ടുണ്ട്. നോക്കിയേ, വി സി is given to us. R is given to us. Alpha is given to us. Like that you can find omega. Omega നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഈ ഒമേഗ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാം. ഞാൻ ഒമേഗ വേറെ രീതിയിൽ കണ്ടുപിടിച്ച് കാണിക്കാം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിന്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാവും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കോൺസെപ്റ്റ് കൂടെ നമുക്ക് വേണം. എന്താണെന്ന് അറിയാവോ? നോക്കൂ, ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റൊട്ടേറ്റിംഗ് വെക്ടർ. ഒരു വെക്ടർ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ലെറ്റ് മീ കോൾ ഇറ്റ് എ. എ എന്ന് പറയുന്ന വെക്ടർ റൊട്ടേറ്റ് ചെയ്തു. അത് പിന്നെ ബി എന്ന് പറയുന്ന വെക്ടർ ആയി, അല്ലെങ്കിൽ എ ഡാഷ് എന്ന് പറയുന്ന വെക്ടർ ആയിക്കോട്ടെ. എ എന്ന് പറയുന്ന വെക്ടർ എന്തായി? എ ഡാഷ് എന്ന് പറയുന്ന ഒരു വെക്ടറായി. ഈ എക്കും എ ഡാഷിനും, എ എന്ന് പറയുന്ന വെക്ടർ റൊട്ടേറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് അതിന്റെ മാഗ്നിറ്റ്യൂഡിന് മാറ്റമില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. മാഗ്നിറ്റ്യൂഡ് ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ, അപ്പൊ ഈ വെക്ടറിന്റെ ഡിഫറൻസ് ഉണ്ടല്ലോ ഈ കാണിക്കുന്നത്, ഇത് ഡെൽറ്റ എ ആണ്. ഡെൽറ്റ എ വെക്ടറിൽ വന്ന ചേഞ്ച് കണ്ടോ? ദിസ് ഈസ് ഡെൽറ്റ എ ചിൽഡ്രൻ. ഇത് എല്ലാം സംഭവിക്കുന്ന ഒരു ചെറിയ ടൈമിലാണ്. ഇതിനെ ഞാൻ ഡി തീറ്റ എന്ന് വിളിച്ചു. ആൻഡ് ഇറ്റ് ഓൾ ഹാപ്പൻസ് ഇൻ ദ ടൈം ഡി ടി. ഇറ്റ് ഈസ് ദിസ് വൺ വാസ് റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലാർ സ്പീഡ് ഒമേഗ. വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഒമേഗ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, ആക്സിയൽ വെക്ടർ. അപ്പൊ നമുക്ക് എന്ത് അപ്രോക്സിമേറ്റ് ചെയ്യാം? ഈ ലൈനെ ഈ ആർക്കായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. ആർക്ക് എന്ന് പറയുന്നത് ആംഗിൾ ഇൻറ്റു റേഡിയസ് ആണ്, അല്ലേ? ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. ഡി എ ഈസ് ഈക്വൽ ടു, ഡി എ എന്ന് ഞാൻ എഴുതുന്നില്ല, ഡെൽറ്റ എ എന്ന് എഴുതുന്നില്ല, ഡി എ എന്ന് എഴുതാം. ഡി എ വെക്ടർ ഡി എ. അപ്പൊ ഡി എയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതാൻ പറ്റും കുട്ടികളെ? ഡി എ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതാം? ആർക്ക് ഈസ് ഈക്വൽ ടു റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എ ആണ്. ഡി തീറ്റ, എ ഡി തീറ്റ. ഡി എ ഈസ് ഈക്വൽ ടു എ ഡി തീറ്റ. എല്ലാവരും ശ്രദ്ധിക്കുക. ഡി എ ഈസ് ഈക്വൽ, അത് സിമ്പിൾ ആണ്. അപ്പൊ ഡി എ ബൈ ഡി ടിയോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദിസ് റൊട്ടേറ്റിംഗ് വെക്ടർ, എങ്ങനെ എഴുതാൻ പറ്റും? എ ഡി തീറ്റ ബൈ ഡി ടി. ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് ഒമേഗയാണ്. അപ്പൊ ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ ഒമേഗ. ഇനി വെക്ടർ ഫോമിൽ പറയുകയാണെങ്കിൽ, മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ദിസ് ഈസ് ഓക്കെ. വെക്ടർ ഫോമിൽ പറയുകയാണെങ്കിൽ എ ഒമേഗ എന്നല്ല, ഒമേഗ ക്രോസ് എ എടുത്ത് നോക്കിയേ നിങ്ങൾ. ഒമേഗ മുകളിലോട്ട് എയിലേക്ക് ക്രോസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തമ്പ് ഇങ്ങനെ കിട്ടും. ആലോചിച്ച് നോക്കൂ, ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം. ഇങ്ങനെ നിങ്ങൾ കൈവച്ചിട്ട്, അല്ലേ, ഇങ്ങനെ കൈവച്ചിട്ട് ഇതാ മടക്കുകയാണെങ്കിൽ നിങ്ങളുടെ തമ്പ് ദേ ഇങ്ങനെ നിൽക്കും. ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഒമേഗ ക്രോസ് എ, വാട്ട് ഡയറക്ഷൻ യു വിൽ ഗെറ്റ്? ഡി എയുടെ ഡയറക്ഷൻ കിട്ടും. അപ്പൊ ഡി എ ബൈ ഡി ടി വെക്ടർ ഫോമിൽ ഞാനൊന്ന് എഴുതി കാണിക്കാം. ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു, ലെറ്റ് മീ റൈറ്റ്, ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ ഒമേഗ എന്നുള്ളതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഒമേഗ ക്രോസ് എ എന്ന് എഴുതാം. ഒമേഗ ക്രോസ് എ. ഇത് പലയിടത്തും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ദിസ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ റൊട്ടേറ്റിംഗ് വെക്ടർ and omega is the angular speed with which a vector rotates.
ഏത് വെക്ടറാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്? എ എന്ന് പറയുന്ന വെക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നു വിത്ത് ആംഗുലാർ സ്പീഡ് ഒമേഗ. അപ്പൊ എയുടെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒമേഗ ക്രോസ് എ ആയിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എ ആണെങ്കിൽ ഇവിടെയും എ ആയിരിക്കും. നോക്കൂ, അപ്പൊ ഇത് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഡി ആർ ബൈ ഡി ടി എങ്ങനെ എഴുതാം? ഫോർ എക്സാമ്പിൾ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് വെക്ടർ ആണ്. സർക്കുലാർ മോഷനിൽ ഡി ആർ ബൈ ഡി ടി, ഡി ആർ ബൈ ഡി ടി ഹൗ വിൽ യു റൈറ്റ്? എങ്ങനെ എഴുതുന്നേ? ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതണം. കണ്ടോ, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇവിടെ എന്താണോ വരുന്നത് അത് ഇവിടെയും വരും. എന്താ ഈ ഡി ആർ ബൈ ഡി ടി? വാട്ട് ഈസ് ഡി ആർ ബൈ ഡി ടി? ഡു യു നോ? ദിസ് ഈസ് വെലോസിറ്റി. നമ്മൾ വി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതാറില്ലേ? അതേ സാധനമാണ്. ഇനിയും ഡി വി ബൈ ഡി ടി എങ്ങനെ എഴുതാം? ഡി വി ബൈ ഡി ടി എങ്ങനെയാ? ആർ ഒമേഗ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ വെലോസിറ്റി വെക്ടർ ഒമേഗ സ്പീഡിൽ തന്നെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒമേഗ ക്രോസ് വാട്ട്? സെയിം തിങ്, വി. ഒമേഗ ക്രോസ് വി. കണ്ടോ, ഇവിടെ വി വന്നു, ഇവിടെ വി വന്നു. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡി എ ബൈ ഡി ടി, കാരണം സെൻട്രിപിറ്റൽ എന്തുവാ ഈ സാധനം എന്ന് മനസ്സിലായോ? ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞത് ദിസ് ഇസ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് വി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഈവൻ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഓൾസോ ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലാർ സ്പീഡ് ഒമേഗ, ഇല്ലേ? അപ്പൊ ഡി എ, ലെറ്റ് മീ റൈറ്റ്, ഡി എ ബൈ ഡി ടി എങ്ങനെ എഴുതാം? ഡി എ ബൈ ഡി ടി, ഞാൻ ജസ്റ്റ് പ്രാക്ടീസ് തരുവാ നിങ്ങൾക്ക്. ഒമേഗ ക്രോസ് എ, ഇവിടെ വരുന്നത് ഇവിടെയും വരും, ഇവിടെ എന്ത് വരുന്നോ അത് ഇവിടെയും വരും. അപ്പൊ റൊട്ടേറ്റിംഗ് വെക്ടറിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? ഇനി പഴയ പ്രോബ്ലത്തിലേക്ക് പോവാം. രണ്ട് കാര്യങ്ങൾ ഇത് സോൾവ് ചെയ്യാൻ വേണം, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. എന്തൊക്കെയാ? യു നീഡ് കോൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷൻ. ഒരു റിജിഡ് ബോഡിയുടെ നെറ്റ് ആംഗുലാർ വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷന്റെ ഡയറക്ഷനിലായിരിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം, ലിസൺ ടു മീ കെയർഫുള്ളി. ഒരു റിജിഡ് ബോഡി അത് എന്തും ചെയ്തോട്ടെ, എന്ത് തരം മോഷൻ ചെയ്തോട്ടെ, അതിനൊരു ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷന്റെ ഡയറക്ഷനിലായിരിക്കും ആ ബോഡിയുടെ ആംഗുലാർ വെലോസിറ്റി. കുറെ ആംഗുലാർ വെലോസിറ്റികൾ ഉണ്ടാവും. എല്ലാത്തിൻ്റെയും കൂടെ സം എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്പിൻ ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ട് സ്പിൻ ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവും. ഓർബിറ്റ് ചെയ്യുന്നുണ്ടാവും, ഓർബിറ്റൽ ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവും. എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ അതിന്റെ ആംഗുലാർ വെലോസിറ്റി എങ്ങോട്ടായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി ഇൻ ദ ഡയറക്ഷൻ, ഇറ്റ് മസ്റ്റ് ബി അലോങ് ദ ലൈൻ ഓഫ് ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷൻ. ഇനി ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. അതേ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ആംഗുലാർ വെലോസിറ്റിയുടെ വേണം ഇവിടെ. കഴിഞ്ഞ ഡയഗ്രാം ഞാൻ ഒന്നുകൂടെ ബോറോ ചെയ്യുകയാണ് കേട്ടോ. ദേ സ്പിൻ ആംഗുലാർ സ്പീഡ് ഇങ്ങോട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാം. യു നോ ദാറ്റ് spin angular speed is like this and orbital angular speed is like this and the net angular speed is along instantaneous axis of rotation. All these things are known to you, ille? Omega endokya njan peru koduthe? Omega 0 ennu vilichidine. Okay, don't you remember? Omega 0 alla omega o, orbital omega o, orbital angular speed. Idu spin ayonde s ennu koduthu, idu net omega aanu. ഇത് ആംഗിൾ ആൽഫയാണെങ്കിൽ ദാ ഈ നോക്കൂ, നിങ്ങൾ ഇത് നോക്കിക്കേ കുട്ടികളെ. ഇതിനെ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ ലൈൻ ഇത് കണ്ടോ? നമുക്ക് ഇനിയും ഈ സി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇത് ഒന്നുകൂടെ ഞാൻ എഴുതാം. ഇത് ആംഗിൾ ആൽഫയാണ്. ദിസ് ഈസ് ആൽഫ, ദിസ് ഓൾസോ ഈസ് ആൽഫ, എവറിത്തിങ് ഈസ് നോട്ട് യു. ജോമെട്രി ആണത്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും ഈ ഇത് ആറാണെങ്കിൽ ഈ ലെങ്ത് എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഈ ലെങ്ത് എത്രയാണ്? 6. ഈ ലെങ്ത് എത്രയായിരിക്കും? ഈ ലെങ്ത് എക്സ് എന്ന് നിങ്ങൾ കരുതുക. ഈ എക്സ് ബൈ 6 എന്ന് പറയുന്നത് കോട്ട് ആൽഫയാണല്ലോ. അപ്പൊ ദിസ് പർട്ടിക്കുലർ ലെങ്ത് ഈസ്, ലെറ്റ് മീ റൈറ്റ്, ദിസ് പർട്ടിക്കുലർ ലെങ്ത് ഈസ് വാട്ട് ഈസ് ദാറ്റ് പർട്ടിക്കുലർ ലെങ്ത്? ദാറ്റ് പർട്ടിക്കുലർ ലെങ്ത് ഈസ് ആർ കോട്ട് ആൽഫയാണ് അല്ലേ? എന്തിനാ എനിക്ക് ആ ലെങ്ത് എന്ന് മനസ്സിലായോ? ഇതിന്റെ വെലോസിറ്റി ഉണ്ടല്ലോ കുട്ടികളെ, ഈ ബോഡി സ്പിന്ന് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇറ്റ് ഈസ് നോട്ട് സ്പിന്നിങ് എലോങ് എ സർക്കിൾ, അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഇതിന് സ്പിൻ വെലോസിറ്റി ഇല്ല, സ്പിന്നില്ല. പിന്നെ ഇതിന് ഈ കറക്കം കൊണ്ടുള്ള വെലോസിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ വെലോസിറ്റി വി സി എനെ നോക്കിയേ, വി സി എനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒമേഗ 0 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, വി സി ഈസ് ഈക്വൽ ടു ഒമേഗ 0 ആർ കോട്ട് ആൽഫ. മനസ്സിലാക്കൂ, വി സി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഈസ് ഈക്വൽ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ നിങ്ങൾ എഴുതാറില്ലേ? ആർ എന്ന് പറയുന്നത് ഇത് ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ 0.
അപ്പൊ നമുക്ക് എന്തെഴുതാം നോക്കൂ, മനസ്സിലായില്ലേ ചോദിക്കുക, ഒന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ. വാട്ട് ഒമേഗ ഒ ക്യാൻ ബി റിട്ടൺ ആസ് ഓർബിറ്റൽ ആംഗുലാർ സ്പീഡ് ക്യാൻ ബി റിട്ടൺ ആസ് വെലോസിറ്റി ഓഫ് പോയിന്റ് സി ആൻഡ് സെപ്പറേഷൻ ടു ദാറ്റ് പോയിന്റ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സെപ്പറേഷൻ ടു ദാറ്റ് പോയിന്റ്, ഈ ആക്സിസിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ലെങ്ത് വാട്ട് ഈസ് ദാറ്റ് ആർ കോട്ട് വാട്ട് ഈസ് ദാറ്റ് ആൽഫ, ആർ കോട്ട് ആൽഫ, ആർ കോട്ട് ആൽഫ. ഇനി ഇവിടെയും കൂടെ നിങ്ങൾ നോക്കി, ഇവിടെ എന്താണ് ഈ ഒമേഗയുടെ ഒരു കമ്പോണന്റ് അല്ലേ ഈ ഒമേഗ 0. അപ്പോ ഈ ഒമേഗ സൈൻ ആൽഫ എന്ന് പറയുന്നതാണ് ഒമേഗ ഒ എന്ന് പറഞ്ഞ ഓർബിറ്റൽ ആംഗുലാർ സ്പീഡ് ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗ സൈൻ ആൽഫ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? രണ്ട് രീതിയിൽ ഞാൻ ഒമേഗ ഒ എഴുതി, ഓർബിറ്റൽ ആംഗുലാർ സ്പീഡ് രണ്ട് രീതിയിൽ എഴുതി. ഇതിന്റെ കമ്പോണന്റ് ആണ് ഒമേഗ ഒ, അതെഴുതി. അതുപോലെ വി സി ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് കിട്ടും? ഓർബിറ്റൽ ആംഗുലാർ സ്പീഡ് കിട്ടും. എനിക്ക് ഇത് എലിമിനേറ്റ് ചെയ്യണം, എനിക്ക് ഒമേഗയാണ് വേണ്ടത്. ഐ വാണ്ട് ഒമേഗ, ഒമേഗ ഐ വാണ്ട് ഒമേഗ, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്. ഇക്വേറ്റ് ചെയ്യ് കുട്ടികളെ. ഒമേഗ ഈസ് ഈക്വൽ ടു, ഹൗ വിൽ യു റൈറ്റ്? ഒമേഗ ഈസ് ഈക്വൽ ടു വി സി ഡിവൈഡഡ് ബൈ ആർ കോട്ട് ആൽഫ, ആർ കോട്ട് ആൽഫ, പിന്നെ ഒരു സൈൻ ആൽഫയും. എന്താണ് കോട്ട് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? കോട്ടിനെ നമുക്ക് കോസ് ബൈ സൈൻ എന്ന് എഴുതാം. അപ്പൊ ഈ സൈൻ വെട്ടിപ്പോവും, അപ്പൊ ഇവിടെ കോസ് മാത്രം വരും. അപ്പൊ ഒമേഗ ഈസ് ഈക്വൽ ടു വാട്ട്? വി സി ഡിവൈഡഡ് ബൈ ആർ കോസ് ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ 30 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ആൽഫ ഈസ് 30. ഞാൻ എഴുതാൻ പോവാ. വി സി എല്ലാം എനിക്ക് തന്നിട്ടുണ്ടല്ലോ. ഒമേഗ ഈസ് ഈക്വൽ ടു വി സി എത്രയായിരുന്നു? 10. ആർ എത്രയായിരുന്നു? 5. കോസ് 30 എത്രയാ? സൈൻ 60ക്ക് ഈക്വൽ ആണ്. അപ്പൊ √3/2 എന്നുള്ളത് ഞാൻ മുകളിലോട്ട് എഴുതി. അങ്ങനെ എനിക്ക് എത്ര കിട്ടി? 4/√3 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടി. 4 ലെറ്റ് മീ റൈറ്റ് നീറ്റ്ലി. ഇത് ഫൈനൽ റിസൾട്ട് ആണല്ലോ, നീറ്റായിട്ട് ഞാൻ എഴുതാം. ഒമേഗ ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 5√3 ഇൻറ്റു 2. അങ്ങനെ നമുക്ക് 4/√3 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി വേറെ രീതിയിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ? വേറെ രീതിയിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷന്റെ കാര്യം പറഞ്ഞല്ലേ. അപ്പൊ മെത്തേഡ് 2 ഞാൻ കണ്ടുപിടിക്കാൻ പോവുക. മെത്തേഡ് 2 കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ എന്താ പറഞ്ഞേ? ഇത് ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷൻ ആണെന്ന് പറഞ്ഞു. ഇത് തമ്മിലുള്ള ആ പോയിന്റിന്റെ വെലോസിറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യുക? ഒമേഗ ടൈംസ് ദിസ് ഡിസ്റ്റൻസ് അല്ലേ? വി സി ഈസ് ഈക്വൽ ടു, ഞാൻ ഓൾറെഡി എഴുതിയായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. വി സി ഈസ് ഈക്വൽ ടു ഒമേഗ ടൈംസ്, ഒമേഗ ഈ ബോഡിയുടെ ആംഗുലാർ സ്പീഡ്, നെറ്റ് ആംഗുലാർ സ്പീഡ്, ടൈം ഈ സെപ്പറേഷൻ. ആ സെപ്പറേഷൻ ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം. ഈ സെപ്പറേഷൻ ആണ് എനിക്ക് വേണ്ടത്, പെർപെൻഡിക്കുലർ സെപ്പറേഷൻ. ഓക്കെ, ദിസ് സെപ്പറേഷൻ must be perpendicular separation. This one, okay, this one is r അല്ലേ? അപ്പൊ ഈ ആംഗിൾ ആൽഫ ആയിരിക്കും നമ്മൾ കണ്ടതാണ്. ദിസ് ആംഗിൾ വിൽ ബി ആൽഫ, ദിസ് ഈസ് ആർ. അപ്പം ഈ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആർ കോസ് ആൽഫയാണ്. ആർ കോസ് ആൽഫ, ആർ കോസ് ആൽഫ, ആൽഫ. വി സി അല്ല എനിക്ക് വേണ്ടത്, ഒമേഗയാണ് എനിക്ക് വേണ്ടത്. ഒമേഗ ഈസ് ഈക്വൽ ടു വി സി ഡിവൈഡഡ് ബൈ ആർ കോസ് ആൽഫ. അത് നമുക്ക് ഇവിടെ കിട്ടിയ അതേ ഇക്വേഷൻ നോക്കി. വി സി ഡിവൈഡ് ബൈ ആർ കോസ് ആൽഫ, വി സി ഡിവൈഡ് ബൈ ആർ കോസ് ആൽഫ നമുക്ക് ഇവിടെ കിട്ടിയ അതേ ഇക്വേഷൻ. അപ്പൊ എത്ര വരും ആൻസർ? ആൻസർ മറ്റൊന്നുമല്ല, 4 ഡിവൈഡഡ് ബൈ √3 റേഡിയൻ പെർ സെക്കൻഡ്. കുട്ടികളെ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ കോൺസെപ്റ്റ് വളരെ എൻറിച്ച്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്ത് വേണമെന്ന് ചോദിച്ചാൽ ആംഗുലാർ ആക്സിലറേഷൻ വേണം. ഈ ഒമേഗ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ദിസ് ഒമേഗ ഇത് കറങ്ങുന്നതിനനുസരിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക വിത്ത് ആംഗുലാർ സ്പീഡ് ഒമേഗ 0. ഈ ഒമേഗയുടെ ആംഗുലാർ സ്പീഡ് എത്രയാണ് കുട്ടികളെ? ഒമേഗ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പൊ ഇങ്ങനെയാ നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മാറി 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 ഈ ബോഡി ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒമേഗയെ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യും. ക്യാപിറ്റൽ ലെറ്റർ ഒമേഗ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലാക്കൂ. അപ്പൊ ഡൗട്ട് ഞാൻ നോക്കിയിട്ട് പറയാം. ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്താണെന്നറിയാവോ? നമ്മുടെ ഈ ഒമേഗ തന്നിട്ടുണ്ട്. ഇത് ഒമേഗയാണെന്ന് നമുക്കറിയാം. ലുക്ക്, നമ്മൾ കണ്ടുപിടിച്ചതാണ്. ദിസ് ഈസ് ഒമേഗ.
This is a rotating vector. What is the angular speed of rotation of omega? Angular speed of rotation of omega is omega 0. നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒമേഗ സാധനം ഉണ്ടല്ലോ, ഒരു കോണിൽ ഇതും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. വിത്ത് വാട്ട് സ്പീഡ്? ഒമേഗ 0. ഒമേഗ 0. വൈ? ഈ ബോഡി ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോ ഈ ഒമേഗ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ബോഡിയുടെ ഓർബിറ്റൽ സ്പീഡ് എത്രയാണോ, ബോഡിയുടെ ഓർബിറ്റൽ സ്പീഡ്, ആംഗുലാർ സ്പീഡ് എത്രയാണോ, അതാണ് ഈ ഒമേഗയുടെ ആംഗുലാർ സ്പീഡ്. നമുക്ക് എന്താ വേണ്ടത്? ആംഗുലാർ ആക്സലറേഷൻ. ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കെയർഫുള്ളി ലിസൺ. ആംഗുലാർ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഡി ഒമേഗ നെറ്റ് ഒമേഗ ബൈ ഡി ടി. ഡി ഒമേഗ ബൈ ഡി ടി, നെറ്റ് ഒമേഗയുടെ റേറ്റ് ഓഫ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച്, ഡി ഒമേഗ ബൈ ഡി ടി. ഇനിയും നിങ്ങൾ നോക്കൂ, ഡി ഒമേഗ ബൈ ഡി ടി എന്നിനെ എങ്ങനെ എഴുതാം നമുക്ക്? എനി വെക്ടർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനി റൊട്ടേറ്റിംഗ് വെക്ടർ എങ്ങനെയാ ഞാൻ പറഞ്ഞേ? അതിന്റെ ആംഗുലാർ സ്പീഡ് ക്രോസ് ആ വെക്ടർ ഇറ്റ് സെൽഫ്. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ എന്താ പറഞ്ഞു തന്നതെന്ന് ഓർമ്മയുണ്ടോ? ഡി എ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എയുടെ ആംഗുലാർ സ്പീഡ് ക്രോസ് എ അതേ വെക്ടർ. ഈ ഇക്വേഷൻ ആണ് ഞാൻ യൂസ് ചെയ്തത്. റിമെമ്പർ, നമ്മൾ റൊട്ടേറ്റിംഗ് വെക്ടറിന്റെ ടൈം റേറ്റ് ഓഫ് ചേഞ്ചിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഒമേഗ ഒ ക്രോസ് ഒമേഗ. ഇനി ഈ ഒമേഗയുടെ എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിന്റെ സൂപ്പർ പൊസിഷൻ അല്ലേ എന്ന് പറഞ്ഞാൽ ഒമേഗ 0യും ഒമേഗ എസും അല്ലേ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ആൽഫ ഈസ് ഈക്വൽ ടു ഒമേഗ 0 അതുപോലെ എഴുതി ക്രോസ് ഒമേഗ, ക്യാപിറ്റൽ ലെറ്റർ ഒമേഗനെ ഒമേഗ 0 പ്ലസ് ഒമേഗ എസ് എന്ന് എഴുതി. കാരണം ഈ രണ്ടെണ്ണത്തിന്റെ വെക്ടർ സം ആണ് ഈ ഒമേഗ. അങ്ങനെ എഴുതാൻ കാരണം എന്താണെന്നറിയാവോ? ഒമേഗ 0 ക്രോസ് ഒമേഗ 0 എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ ഇതുമായിട്ട് മാത്രം ക്രോസ് പ്രോഡക്റ്റ് വരികയുള്ളൂ. Therefore this is omega 0 cross omega s. omega 0 cross omega s. omega 0. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും കുട്ടികളെ? ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ? ഒമേഗ എസും ഒമേഗ 0യും മ്യൂച്വലി പെർപെൻഡിക്കുലറാ. അപ്പം ഒമേഗ 0യുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഒമേഗ എസിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. വാട്ട് ഈസ് ദ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം? സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 1 ബിക്കോസ് they are mutually perpendicular. ഇനി ഒമേഗ 0നെ എങ്ങനെ എഴുതാം? ഒമേഗ 0നെ ഒമേഗ സൈൻ ആൽഫ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ സൈൻ ആൽഫ. ഇനി ഒമേഗ എസിനെയോ ഒമേഗയുടെ ക്യാപിറ്റൽ ലെറ്റർ ഒമേഗയുടെ കൊസൈൻ കമ്പോണന്റ് ആണ്, കോസ് ആൽഫ. അങ്ങനെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കേട്ടോ. ആൽഫയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ സൈൻ 30 ഇൻറ്റു കോസ് 30. ഒമേഗ സ്ക്വയർ, ഒമേഗ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച. ഡു യു റിമെമ്പർ? ഇതാ ഒമേഗ നമ്മൾ ഇവിടെ 4/√3 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4/√3യുടെ സ്ക്വയർ ഇൻറ്റു സൈൻ 30 1/2 ആണ്, കോസ് 30 √3/2 ആണ്. ഇതെന്ത് വരും? ഒരു 4 പോകും, കാരണം ഇത് 4 ആണ് അല്ലേ? ഇത് √3 പോകും. അങ്ങനെ നമുക്ക് ഇതും നമുക്ക് 4/√3 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. രണ്ട് ആൻസറും കിട്ടി. ബോത്ത് ആൻസേഴ്സ് വി ഗോട്ട്. രണ്ടും 4/√3 ആണ്. ഇത് മനസ്സിലായോ എല്ലാവർക്കും? ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഓക്കെ, ഒമേഗയെ സെപ്പറേറ്റ് കണ്ടുപിടിച്ച് വെക്ടർ അഡീഷൻ ചെയ്യാമല്ലോ. ഒമേഗ എസും ഒമേഗ 0യും നമുക്ക് അറിയില്ലല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും ഒമേഗ എസും ഒമേഗ 0യും? നമുക്ക് സെപ്പറേറ്റ്ലി അവയെ അറിയില്ലല്ലോ. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നമുക്ക് ആംഗുലാർ ആക്സലറേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒമേഗനെ ടൈം ഡെറിവേറ്റീവ് എടുക്കണം. കാരണം ഈ ബോഡിയുടെ നെറ്റ് ഒമേഗ ഉണ്ടല്ലോ, ഈ ഡയറക്ഷനിലാണ്. ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് ആണ് ഇതിന്റെ ആംഗുലാർ ആക്സലറേഷൻ. 4/√3. ഓക്കെ, ഡോണ്ട് വറി. ഇനി നമുക്ക് ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാം. ജെയുടെ ചരിത്രത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ജെ അഡ്വാൻസിന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. നോക്കൂ,
ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പം പ്രീവിയസ് ക്വസ്റ്റ്യനിൽ തന്ന എല്ലാ കോൺസെപ്റ്റും അറിയണം. ഞാൻ ഇത് എപ്പോഴാ ചോദിച്ചതെന്നറിയാം? 2016 ചോദിച്ച ജെഇ അഡ്വാൻസ്ഡ്. ജെഇ അഡ്വാൻസ്ഡ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഡിഫിക്കൽട്ട്, വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് എല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഞാനിത് ചെയ്തു തരുന്നില്ല. ഐ ആം ഗോയിങ് ടു ഗിവ് യു ആസ് എ ഹോംവർക്ക്. പക്ഷെ പേടിക്കണ്ട, ഞാൻ ഇതിന്റെ സൊല്യൂഷൻ നമ്മുടെ ചാനൽ ഉണ്ടല്ലോ, ആ ചാനലിൽ മൂന്നല്ല, ഞാൻ 2 ദിവസം ലീവായിരിക്കും, 4 ദിവസത്തിനുള്ളിൽ ആ ചാനലിൽ, 4 അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ ആ ചാനലിൽ ഇതിന്റെ സൊല്യൂഷൻ ഇട്ടേക്കാം. നിങ്ങൾ സ്വന്തം ഒന്ന് ട്രൈ ചെയ്യൂ. 1-2 ഹിന്റ് ഞാൻ തരാം. ഈ പോയിന്റും റെസ്റ്റിലാണ്. അതുകൊണ്ട് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ്. അപ്പൊ ഇതിന്റെ നെറ്റ് ഒമേഗ ഇങ്ങനെ വരും. ഓക്കെ, ഇതിന് 2 ഒമേഗയുണ്ട്, സ്പിന്നുണ്ട്. ഇറ്റ് ഈസ് സ്പിന്നിങ്, therefore there is an omega like this. It is rotating like this, therefore there is omega like this. നെറ്റ് ഇങ്ങനെ വരണം, ഒമേഗ ഇങ്ങനെ വരണം. ഓക്കെ, പിന്നെ ആംഗുലാർ മൊമെന്റത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. യു ട്രൈ, നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്, ബട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രോബ്ലം ചെയ്തു തന്നുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് വരില്ല. ഇനി അടുത്തതിലേക്ക് ഞാൻ പോവുകയാണ്. നോക്കൂ, ഇതും ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇരിഡോവ് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്, സത്യത്തിൽ ചിന്തിക്കുവാണെങ്കിൽ സിമ്പിൾ ആണ്. ഇതിന്റെ 2-3 കോൺസെപ്റ്റുകൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എ ഹൊറിസോണ്ടൽ പ്ലെയിൻ സപ്പോർട്ട്സ് എ സ്റ്റേഷനറി വെർട്ടിക്കൽ സിലിണ്ടർ ഓഫ് റേഡിയസ് ആർ. ഇത് ടോപ്പ് വ്യൂ ആണ് കേട്ടോ. എല്ലാം ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇതൊരു ലുക്ക്, ഇതൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, ഇവിടെ ഒരു സിലിണ്ടർ ഇങ്ങനെ ഇരിക്കുകയാണ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇനി എന്താണ്? റേഡിയസ് ആർ ആൻഡ് ഡിസ്ക് എ അറ്റാച്ച്ഡ് ടു എ സിലിണ്ടർ ബൈ എ ഹൊറിസോണ്ടൽ ത്രെഡ് എ ബി ഓഫ് ലെങ്ത് L0. ഇതിലുണ്ടല്ലോ ഒരു സംഭവം, ഇങ്ങനെ ഒരു ചെറിയ മാസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ലെങ്ത് L0 ആണ്. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ടോപ്പ് വ്യൂ ആണ് കേട്ടോ. മുകളിൽ നിന്ന് നോക്കിയാൽ എന്താണോ കാണുന്നത് അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. An initial velocity V0 is imparted to the disk as shown in the figure, perpendicular to the string. Initial velocity is imparted. കണ്ടോ, initial velocity is imparted. Okay, perpendicular to the string. Imparted. How long will it move along the plane until it strike against the cylinder? ഇതിങ്ങനെ കറങ്ങും തോറും എന്ത് സംഭവിക്കും? ഇതിലിങ്ങനെ ഈ സ്ട്രിങ് ഉണ്ടല്ലോ, ഈ സിലിണ്ടർ ഇങ്ങനെ വൈൻഡ് ആയിക്കൊണ്ടിരിക്കും. വൈൻഡായി മൊത്തം വൈൻഡ് ആകുമ്പോൾ എന്താവും? ഇത് നിൽക്കും. അപ്പൊ ഇതിങ്ങനെ വന്ന് ഇവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കും. ഓക്കെ, അതിന് എത്ര ടൈം എടുക്കും? ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്സ്? ദ ഫ്രിക്ഷൻ ഈസ് അസ്യൂംഡ് ടു ബി ആബ്സെന്റ്. ദർ ഈസ് നോ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഈസ് നോട്ട് ഡൂയിങ് എനി വർക്ക്. ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, പക്ഷെ വളരെ എലിഗന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. എന്താണെന്ന് ഞാൻ പറയാം. നോക്കൂ, അറ്റ് സം ടൈം ടി എന്ത് സംഭവിക്കും? ഇതിന്റെ കുറച്ചിങ്ങനെ ചുറ്റും ഇതില്, എന്നിട്ട് ദ സ്ട്രിങ് ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുക. ഇതിന് ടാൻജൻഷ്യൽ ആയിരിക്കും സ്ട്രിങ്. ഈ സിലിണ്ടറിനുണ്ടല്ലോ കുട്ടികളെ, സിലിണ്ടറിന് ടാൻജൻഷ്യൽ ആയിരിക്കും അറ്റ് എനി ടൈം സ്ട്രിങ് വിൽ ബി ടാൻജൻഷ്യൽ. അത് ഞാൻ ഒന്ന് വരയ്ക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല തിക്ക് കളറിൽ വരയ്ക്കാം. ഇവിടുന്ന് സ്ട്രിങ് തുടങ്ങുന്നു, ഇത്ര ഇതിൽ ചുറ്റിന്ന് വിചാരിക്കുക. എന്നിട്ട് ഇവിടുന്ന് എങ്ങനെ പോകുന്നു? ഇവിടുന്ന് ദേ സ്ട്രിങ് ഇങ്ങനെ ടാൻജൻഷ്യൽ ആയിട്ട് പോകുന്നു. ഞാൻ പറയുന്നു, ഇതിന്റെ വെലോസിറ്റി ഉണ്ടല്ലോ കുട്ടികളെ, ഇതിന്റെ വെലോസിറ്റി, സ്ട്രിങ്ങിന്റെ വെലോസിറ്റി, ഈ സ്ട്രിങ്ങിന്റെ വെലോസിറ്റി അല്ല, ബോഡിയുടെ വെലോസിറ്റി ഈ സ്ട്രിങ്ങിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കാരണം ആർക്കെങ്കിലും പറയാവോ? ക്യാൻ എനിവൺ സേ റീസൺ? വെലോസിറ്റി വി ആണെന്ന് വിചാരിച്ചു, തൽക്കാലം അത് വി ആണെന്ന് വിചാരിച്ചു. വി, ഞാൻ പറയുന്നത് എന്താണെന്നറിയാവോ? ഈ വെലോസിറ്റി ഉണ്ടല്ലോ കുട്ടികളെ, അത് സ്ട്രിങ്ങിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. കാരണം എന്താണെന്നറിയാവോ? ഡസ് എനിവൺ നോ ദ റീസൺ? ഈ വി എന്തുകൊണ്ടാണ് സ്ട്രിങ്ങിന് പെർപെൻഡിക്കുലർ ആകുന്നത്? ക്യാൻ എനിവൺ സേ വൈ ഇറ്റ് ഈസ് സോ? Why it is so?
നോ, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ല കുട്ടികളെ. ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് നോക്കിയേ, സ്ട്രിങ് ഇൻഎക്സ്റ്റൻസിബിൾ അല്ലേ? നോക്കിയേ, കാരണം ഞാൻ പറഞ്ഞുതരാം. സ്ട്രിങ് ഇൻഎക്സ്റ്റൻസിബിൾ അല്ലേ? അപ്പൊ വെലോസിറ്റി ഇത് ഇങ്ങനെയാണെങ്കിൽ, പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ വെലോസിറ്റിക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഒരു കമ്പോണന്റ് വരും. പക്ഷെ ഇവിടെ വെലോസിറ്റിയുടെ കമ്പോണന്റ് എന്താണ്? എലോങ് ദ സ്ട്രിങ് വെലോസിറ്റി ഇവിടെ 0 ആണ്. ഇവിടെ നോൺ സീറോ ആവില്ല. അവിടെ നോൺ സീറോ ആയാൽ എന്ത് സംഭവിക്കും? ഈ സ്ട്രിങ് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ വലിയണം ഇത് ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് അന്ന് ഇൻഎക്സ്റ്റൻസിബിൾ ആണെന്നുണ്ടല്ലോ കുട്ടികളെ. ഇതിന് വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഈ എൻഡിലെ വെലോസിറ്റി 0യും, നോക്കൂ ഇവിടെ വെലോസിറ്റി 0 ആണ്. ഇവിടെ ഈ എൻഡിലെ എലോങ് ദ സ്ട്രിങ് വെലോസിറ്റി നോൺ സീറോ ആണെങ്കിൽ ഇറ്റ് വിൽ ബ്രേക്ക്. ഓക്കെ, ഇനി വെലോസിറ്റി ഇത് ഇങ്ങനെയാണെങ്കിലോ ഇതിന്റെ ടെൻഷൻ എന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ അങ്ങ് പോവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല. അതുകൊണ്ട് എപ്പോഴും വെലോസിറ്റി എങ്ങനെയായിരിക്കും? സ്ട്രിങ്ങിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു റിജിഡ് ബോഡി എടുക്കുകയാണെങ്കിൽ ആ റിജിഡ് ബോഡിയുടെ ഞാൻ വരച്ച് കാണിക്കാം. രണ്ട് എൻഡിലും 2 സ്പീഡാണെന്ന് വിചാരിക്കുക, അത് ഇങ്ങനെ. പക്ഷേ ഈ സ്പീഡിന്റെ കമ്പോണന്റ് ഉണ്ടല്ലോ എലോങ് ദ സ്ട്രിങ് സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എലോങ് ദ സ്ട്രിങ് 0 ആണെങ്കിൽ ഇവിടെയും കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എലോങ് ദ സ്ട്രിങ് 0 ആയിരിക്കണം. വെലോസിറ്റി എലോങ് ദ സ്ട്രിങ് 0 ഇവിടെ, വെലോസിറ്റി എലോങ് ദ സ്ട്രിങ് 0. അപ്പം വെലോസിറ്റി എങ്ങനെയായിരിക്കണം? വെലോസിറ്റി മസ്റ്റ് ബി പെർപെൻഡിക്കുലർ. അപ്പൊ ടെൻഷൻ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ടെൻഷൻ വർക്ക് ചെയ്യുന്നില്ല. ബാക്കിയുള്ള ഫോഴ്സസ് ഏതാ? mg ആൻഡ് നോർമൽ റിയാക്ഷൻ. ആ നെറ്റ് ഫോഴ്സ് ഓൾറെഡി 0 ആണ്. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഹൊറിസോണ്ടൽ ആണ്, ഫോഴ്സ് വെർട്ടിക്കൽ ആണ്. അതുകൊണ്ട് mgയും നോർമൽ റിയാക്ഷനും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ mg ഇതിൽ ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സേ ഉള്ളൂ. ഒന്ന് ടെൻഷൻ, ഒന്ന് mg, ഒന്ന് നോർമൽ റിയാക്ഷൻ. എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദിസ് ഫോഴ്സ് ഈസ് ഡൂയിങ് വർക്ക്. എനി ഫോഴ്സ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ഡസ് നോട്ട് ഡു വർക്ക് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? ആരും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഇതിന്റെ കൈനറ്റിക് എനർജി മാറാൻ പാടില്ല. കാരണം എന്താ? ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു വാട്ട്? വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് 0 ആണ്. അപ്പൊ ഡെൽറ്റ കെയും 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ വെലോസിറ്റി v0 ആണെങ്കിൽ ഇവിടെ വേറൊരു വെലോസിറ്റി ആയിരിക്കുകയില്ല, അവിടെയും v0 തന്നെയായിരിക്കും. അതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് അറിയില്ല, ചെയ്യാൻ പറ്റില്ല. നമ്പർ 1 കോൺസെപ്റ്റ് എന്താണ്? വെലോസിറ്റി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു സ്ട്രിങ്. വെലോസിറ്റി ഈസ് ഓൾവേസ് perpendicular to what? String. Velocity is always perpendicular to string. ഇനിയും magnitude of velocity doesn't change. Magnitude of velocity doesn't change. Direction change ചെയ്യാം, but magnitude doesn't change. Why? No one is doing work. എന്ന് പറഞ്ഞാൽ ഇവിടെ v0 ആണ്, ഇവിടെ v0 till throughout ഇത് v0 തന്നെയായിരിക്കും. ഇവിടെ എത്തുന്നോടം വരെ v0 തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഞാൻ പറയാൻ ശ്രദ്ധിക്കുക, ഈ വസ്തു ഇങ്ങനെ കറങ്ങി ഇതിനെ ചുറ്റുമോ ഉണ്ടല്ലോ, ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് കുറഞ്ഞു വരും. ആ കുറഞ്ഞ ലെങ്ത് എവിടെയാ വൈൻഡ് ചെയ്യപ്പെടുന്നത്? ദേ ഈ സിലിണ്ടറിൽ വൈൻഡ് ചെയ്യപ്പെടും. അപ്പം L0 എന്ന് പറയുന്നത് കുറയും, ടൈമിനനുസരിച്ച് കുറയും. ലെറ്റ് മീ ഷോ യു ദാറ്റ്. ഇവിടുന്ന് ഇത്രയും വൈൻഡ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. ദിസ് മച്ച് വെയിറ്റ്, ഇത്രയും വൈൻഡ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്നിട്ടോ സ്ട്രിങ് ഈസ് ലൈക്ക് ദിസ് നൗ, ടാൻജൻഷ്യൽ. നോക്കൂ, അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയാണോ വൈൻഡ് ചെയ്യപ്പെട്ടത്, ഈ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക, തീറ്റ. അപ്പൊ എത്രയാ വൈൻഡ് ചെയ്യപ്പെട്ടത് എത്രയാ? ആർക്ക് ഈസ് ഈക്വൽ ടു ഇത് ആർക്കാണ് കുട്ടികളെ? അതെത്രയാ? ആർ തീറ്റയാണ്. തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് അല്ലേ? അപ്പൊ ആർക്ക് ഈസ് ഈക്വൽ ടു ആർ തീറ്റയാണ്. അപ്പൊ ബാക്കിയുള്ള സ്ട്രിങ് എത്രയാ? L0 ഉണ്ടായിരുന്നു, അതിൽ എത്ര പോയി? L0യിൽ ആർ തീറ്റ പോയി. അപ്പൊ ബാക്കി L0 ബൈ ആർ തീറ്റ അല്ലേ? Velocity is perpendicular to the string. Remember, I have to do that also. Velocity is perpendicular to what? String. How much is the velocity? v0. ഇനി നിങ്ങൾ നോക്കിയേ വേറൊരു കാര്യം കൂടെ. ഇത് ഇവിടെ നോക്കൂ. അപ്പൊ അത് തീറ്റയാണെങ്കിൽ ഇതാ ഈ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട് നിങ്ങൾ എടുത്തു. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റില് ഇത് ഈ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും തീറ്റയായിരിക്കും.
അത് വളരെ സിമ്പിൾ അല്ലേ? ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഓക്കെ, ഈ ആംഗിൾ തീറ്റ ആയിരിക്കും. അത് ജോമെട്രിയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം എന്താണ്? ഇത് 90 മൈനസ് തീറ്റ ആയിരിക്കും, ഇത് 90 ആണ്, അതുകൊണ്ട് ഇത് തീറ്റ ആയിരിക്കും. അപ്പം ഈ സ്ട്രിങ്ങിന്റെ ആംഗുലാർ സ്പീഡ് ഉണ്ടല്ലോ, ലെറ്റ് us call it ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് ഡി തീറ്റ ബൈ ഡി ടി ആണ്. ഈ തീറ്റയിൽ വന്ന ചേഞ്ച് ആണ് ഒമേഗ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒമേഗയെ നമുക്ക് വെലോസിറ്റി ഡിവൈഡഡ് ബൈ റേഡിയസ് എഴുതി കൂടെ? കാരണം വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. ഇതാണ് ആർ ഒമേഗ അല്ലേ? അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതുക. ഫസ്റ്റ് വാട്ട് ഐ എം ഗോയിങ് ടു റൈറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു, നോക്കി കുട്ടികളെ, വെലോസിറ്റി v0 തന്നെയാണ് ഡിവൈഡഡ് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിന്റെ ഇപ്പോഴത്തെ ലെങ്ത്. സ്ട്രിങ്ങിന്റെ ഇപ്പോഴത്തെ ലെങ്ത് എത്രയാ? L0 മൈനസ് ആർ തീറ്റ. ഇനി ഒമേഗ എന്ന് പറയുന്നത് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് തീറ്റയാണ്. ഈ ഒമേഗ എന്ന് പറയുന്നത് ഈ തീറ്റയിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ ഈ തീറ്റയിൽ വരുന്ന മാറ്റമാണ്. അപ്പൊ ലെറ്റ് മീ റൈറ്റ് ദിസ് ആസ് ഡി തീറ്റ ബൈ ഡി ടി ഓൾസോ. ഇനി വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ എഴുതാൻ നമുക്ക് ഡി ടി ഇങ്ങോട്ട് എടുത്തു. എനിക്ക് ടൈം ആണ് വേണ്ടത്. ഡി ടി ഈസ് ഈക്വൽ ടു വാട്ട്? L0 മൈനസ് ആർ തീറ്റ ബൈ V0, ജസ്റ്റ് റീഅറേഞ്ചിങ് ഡി തീറ്റ ഡി ടി ഈസ് ഈക്വൽ, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഇനി രണ്ട് സൈഡും എന്ത് ചെയ്യുക? രണ്ട് സൈഡും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? 0 ടൈമിൽ ആംഗിൾ ചുറ്റിയിട്ടേ ഇല്ലായിരുന്നു, സ്ട്രിങ് ചുറ്റാൻ തുടങ്ങിയിട്ടില്ല, അപ്പൊ ആംഗിൾ 0 വരുന്നു. ഫൈനൽ ടൈം T0 ആണെന്ന് വിചാരിക്കുക, T0 ടൈം എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സ്ട്രിങ്ങിന്റെ ആംഗിൾ θ0 ആണെന്ന് വിചാരിക്കുക, θ0. സ്ട്രിങ് ചുറ്റിയുണ്ടായ ആംഗിൾ ഫൈനലി θ0 ആണെന്ന് വിചാരിക്കുക. θ0 എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം, ഞാൻ പറഞ്ഞുതരാം, ഡോണ്ട് വറി. ഇവിടെ എന്ത് വരും? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ T0. ഇവിടെ എന്ത് വരും? L0 തീറ്റ ഡിവൈഡ് ബൈ V0, L0 θ0, ഞാൻ ലിമിറ്റ് കൂടെ അപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ V0 മൈനസ് ആർ തീറ്റ സ്ക്വയർ, θ0 സ്ക്വയർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 2V0. ഇനി ഞാൻ എന്ത് ചെയ്യണം? θ0 കണ്ടുപിടിക്കണം. കുട്ടികളെ, ഈ θ0 എന്ന് പറയുന്നത് ഈ സ്ട്രിങ് മൊത്തത്തിൽ ചുറ്റുമ്പോഴുള്ള ആംഗിൾ അല്ലേ? ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത്, സ്ട്രിങ് മൊത്തത്തിൽ ചുറ്റുമ്പോഴുള്ള ആംഗിൾ. ഈ സ്ട്രിങ്ങിന്റെ ലെങ്തിനെ എന്ന് പറഞ്ഞാൽ അതാണ് ആർക്ക്. സ്ട്രിങ്ങിന്റെ ലെങ്തിനെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആംഗിൾ കിട്ടി. നോക്കൂ, θ0 ഈസ് ഈക്വൽ ടു ആർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്ട്രിങ്ങും ചുറ്റി ഡിവൈഡഡ് ബൈ റേഡിയസ് ആർ. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. T0 ഈസ് ഈക്വൽ ടു L0 ഡിവൈഡഡ് ബൈ V0, അതുപോലെ എഴുതി. പിന്നെ θ0ക്ക് L0 ഡിവൈഡഡ് ബൈ ആർ. നൗ മൈനസ് ആർ ഡിവൈഡഡ് ബൈ 2V0, അതുപോലെ എഴുതി. θ0 സ്ക്വയറിന് L0 സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എഴുതി. ഇനി എന്താ ഇവിടെ വരിക? ആർ പോയി. അപ്പോൾ നമുക്ക് T0 ഈസ് ഈക്വൽ ടു L0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2V0 ആർ എന്ന് കിട്ടി. L0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2V0 ആർ. ദാറ്റ്സ് എ ടൈം ഇറ്റ് ടേക്സ് ഫോർ ദ സ്ട്രിങ് ടു കംപ്ലീറ്റ്ലി വൈൻഡ്. ഇനി നിങ്ങളോട് ചോദിക്കാന്ന് വിചാരിക്കുക, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് പാത്ത്? ഈ പാത്തിന്റെ ലെങ്ത് വേണമെങ്കിൽ സ്പീഡിന് മാറ്റമില്ല കുട്ടികളെ. അപ്പൊ വെലോസിറ്റി ഇൻറ്റു സ്പീഡ്, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി V0 ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം, ടൈം എത്രയാ? L0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2V0 ആർ. അങ്ങനെ V0യും V0യും പോവും. അങ്ങനെ L0 സ്ക്വയർ ഡിവൈഡ് ബൈ 2R എന്ന് വരും. L0 സ്ക്വയർ ഡിവൈഡ് ബൈ 2R ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇതെല്ലാം കണ്ടുപിടിക്കുക. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രോബ്ലം ആയിരുന്നു. ഇതും നമ്മുടെ ഇർഡോവിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ? ഡു യു എൻജോയ്? അതോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യനിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. കുറെ കുട്ടികൾ സർക്കിൾ ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്. You just tell me your feedback. Don't you understand what is happening here? Okay. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Look at next question, children. തീറ്റ കണ്ടുപിടിച്ച ഏതാ? ഈ θ0 കണ്ടുപിടിച്ച എടാ L0. ഈ ആർക്കുണ്ടല്ലോ, ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് L0 അല്ലേ? ഇത് മൊത്തം ചുറ്റി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ നിനക്ക് വേണ്ടത് ഈ ആംഗിൾ ആണ് വേണ്ടത്, θ0. ഫൈനൽ ആംഗിൾ ആണ് വേണ്ടത്. കാരണം T0യിൽ അത്
മൊത്തം ചുറ്റി കഴിഞ്ഞു. അപ്പൊ ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് അല്ലേ ആംഗിൾ. ആർക്ക് എന്ന് പറയുന്നത് എന്താ? ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് L0, റേഡിയസ് എന്താ? R, അതാണ് θ0. മനസ്സിലായോ? ക്ലിയർ ആയോ? യെസ്. അഫ്സൽ, എങ്ങനെയാ θ0 കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഇത് ഗ്രാവിറ്റേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ശ്രദ്ധിച്ച് ചെയ്യാം നമുക്ക്. നോക്കൂ. ആൻ അൺപവേർഡ് സ്പേസ് ക്രാഫ്റ്റ് ഈസ് പ്രൊജക്റ്റഡ് ടു ഹിറ്റ് എ ഫാർ ഓഫ് പ്ലാനറ്റ്. ഫാർ ഓഫ് പ്ലാനറ്റ് ആണ്, വളരെ അകലെന്ന് ഒരു സ്പേസ് ക്രാഫ്റ്റ് എന്ത് ചെയ്തു? പ്രൊജക്റ്റ് ചെയ്തു. എന്തിനാണ്? ഈ പ്ലാനറ്റ് പോയി ഹിറ്റ് ചെയ്യണം. ഫൈൻഡ് ദ ഏരിയ ത്രൂ വിച്ച് ദ ട്രാജക്ടറി മസ്റ്റ് പാസ് ത്രൂ ടു എൻഷുർ എ ഹിറ്റ്. ഇതിൽ വന്ന് ഹിറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഏരിയയിൽ നിന്നാണ്? ഈ ഏരിയയിൽ നിന്നാണോ? ഫോർ എക്സാമ്പിൾ ഈ ഏരിയ ആണെന്ന് വിചാരിക്കുക. ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നിന്നാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നെങ്കിൽ സപ്പോസ് ഇത് ഹിറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ പോയെന്ന് വിചാരിക്കുക. കുറച്ചുകൂടെ അടുപ്പിച്ചാൽ ഹിറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഹിറ്റ് ചെയ്യും. ഓക്കെ, മേ ബി ലൈക്ക് ദിസ്. ഇങ്ങനെയാ ഹിറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഏരിയയാണ് നമുക്ക് വേണ്ടത്. വി വാണ്ട് ദിസ് ഏരിയ. ആ ഏരിയയ്ക്ക് പറയുന്നത് എന്താ? ക്യാപ്ചർ ക്രോസ് സെക്ഷൻ ഓഫ് എ പ്ലാനറ്റ്. ദാറ്റ് പർട്ടിക്കുലർ ഏരിയ ഈസ് കോൾഡ് ക്യാപ്ചർ ക്രോസ് സെക്ഷൻ ഓഫ് എ പ്ലാനറ്റ്. എന്തൊക്കെയാണ് പറഞ്ഞിട്ട്? വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ V0, മാസസ് ഓഫ് ദ പ്ലാനറ്റ് M, ഇതിന്റെ M, റേഡിയസ് R, ലെറ്റ് മീ റൈറ്റ്, ഇതിന്റെ മാസ് M, ഇതിന്റെ റേഡിയസ് എത്രയാണ് കുട്ടികളെ? R. Then what is there? That's all. ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പല പോസിബിലിറ്റി പറയാം. ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്തു എന്ന് വിചാരിക്കുക V0 വെലോസിറ്റിയിൽ. എന്ത് സംഭവിക്കും? അങ്ങോട്ട് പോകുന്നതോടെ സ്പീഡ് കൂടി 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 വന്ന് ഹിറ്റ് ചെയ്യും. നോ ഡൗട്ട് അറ്റ് ഓൾ. കുറച്ചുകൂടി ഡിസ്റ്റൻസ് മാറ്റിയാലോ? എന്നാലും ഇത് ഹിറ്റ് ചെയ്യും. പാത്ത് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഹൈപ്പർബോളിക് പാത്ത് ആയിരിക്കും കേട്ടോ. കാരണം ഇത് പോസിറ്റീവ് എനർജിയാണ് ഉള്ളത്. എസ്കേപ്പ് വെലോസിറ്റിയെ കഴിഞ്ഞും കൂടുതൽ വെലോസിറ്റി മീൻസ് ഇതിന്റെ കൈനറ്റിക് നെറ്റ് എനർജി പോസിറ്റീവ് ആണ്. പാത്ത് ഹൈപ്പർബോളിക് ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഹിറ്റ് ചെയ്യും. ഇത് ഒരു പോയിന്റ് മാസ് ആയിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ പോയനെ, പോയിന്റ് മാസ് ആയിരുന്നെങ്കിൽ. ഇനി കുറച്ചുകൂടെ അകലേന്ന് നിങ്ങൾ ഹിറ്റ് ചെയ്തു. അപ്പോഴും എന്ത് ചെയ്തു? ഹിറ്റ് ചെയ്തു. കുറച്ചുകൂടെ അകലേന്നാക്കി. എഗെയിൻ ഹിറ്റ് ചെയ്തു. കുറച്ചുകൂടെ അകലേന്നാക്കി. എഗെയിൻ ഹിറ്റ് ചെയ്തു. വീണ്ടും അകലേന്നാക്കി. ജസ്റ്റ് ഹിറ്റ് ചെയ്തു. വീണ്ടും അകലേന്നാക്കി. ഇതാ ഇങ്ങനെ വന്ന് ജസ്റ്റ് ദ അതർ സൈഡിൽ ടച്ച് ചെയ്ത് സിമെട്രിക് ആയിട്ട് ഇങ്ങനെ പോയി. അത് ഞാനൊന്ന് വരച്ച് കാണിക്കാം. മേ ബി ഇവിടെ നിന്ന് ആയിക്കോട്ടെ, ഞാൻ അത്ര അകത്തി വരയ്ക്കുന്നില്ല. See here children, may be like this, path is like this. ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി, ഇങ്ങനെ പോയി. Oh, that is difficult. Let me do it again. ഇങ്ങനെ പോയി. I am very poor at drawing children. Yes, just like that. ഈ ഏരിയയാണ് നിങ്ങൾക്ക് വേണ്ടത്. Try to understand. This is what we call capture cross section. Capture cross section. ഈ ഏരിയ വേണം. അതിന്റെ റേഡിയസ് R ആണെന്ന് വിചാരിക്കുക. അതിന്റെ റേഡിയസ് സ്മോൾ ലെറ്റർ R ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു? V0 വെലോസിറ്റിയിൽ കണ്ടോ, ഇവിടുത്തെ വെലോസിറ്റി V0 ആണ്. ഇങ്ങനെയാണ് പ്രൊജക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഏരിയ വേണം താൻ. നമുക്കിത് ചെയ്തു നോക്കാം. വളരെ സിമ്പിൾ ആണ്. എന്താണെന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അറ്റ് എനി ടൈം ഫോഴ്സ് ഈസ് ടുവേഴ്സ് ദ സെന്റർ ആണല്ലോ. റേഡിയസ് വെക്ടർ നോക്കിയേ, ഇതിന്റെ സെന്റർ നിങ്ങൾ ആ പ്ലാനറ്റിന്റെ സെന്റർ ഒറിജിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ റേഡിയസ് വെക്ടർ R ഇങ്ങനെയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. സപ്പോസ് ദ പ്ലാനറ്റ് ഈസ് ഹിയർ. Planet is here. Look here. R is like this. Try to understand. R is like this. Okay. But force on the planet is like this. Towards the center. R and F. How are they? They are anti-parallel. അതുകൊണ്ട് എന്താ? R cross F. R cross F എന്ന് പറഞ്ഞാൽ എന്താ? ടോർക്ക്. ടോർക്ക് about the center. സെന്ററിനെ C എന്ന് ഞാൻ വിളിക്കാം. C. Torque about the center is equal to R cross F. What is that? That is 0. Torque 0 ആണെങ്കിലോ എന്താ ഗുണം? Torque 0 ആണെങ്കിൽ tau is equal to what do you know? dl by dt എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. dl by dt. ഈ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഇറ്റ് മോഷൻ
L is constant. അപ്പൊ ആംഗുലാർ മൊമെന്റം ഈസ് കൺസേർവ്ഡ്. വേറെ എന്തെങ്കിലും കൺസേർവ്ഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ അതർ ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് when the forces doing the work on the particle are conservative, total mechanical energy is conserved. എന്ന് പറഞ്ഞാൽ k plus u, see here, k plus u throughout it motion also is constant, conserved ആണ്. ഇത് വെച്ചിട്ട് നമ്മളങ്ങ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളപ്പം ഇതിന്റെ ആംഗുലാർ മൊമെന്റം, ഇവിടെ ടച്ച് ചെയ്യുമ്പം ഇതിന്റെ ആംഗുലാർ മൊമെന്റം രണ്ടും ഇക്വേറ്റ് ചെയ്യുക. ലെറ്റ് മീ ഷോ യു ദാറ്റ്. ഒന്നുകൂടെ ഞാൻ വരയ്ക്കാതെ ലെറ്റ് മീ try this one once. Oh, that will not work. അത് വർക്ക് ചെയ്യില്ല. അല്ലാണ്ട് തന്നെ ഞാൻ വരച്ച് കാണിക്കാം. ലുക്ക്, see, look here children. ഇവിടെ ഇത് പാരലൽ ആണെന്നാ പറഞ്ഞ, വളരെ അകലെ എന്നല്ലേ. അപ്പൊ പാരലായിട്ട് നോക്കൂ, v0 വെലോസിറ്റിയിൽ മാസ് m ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ മാസ് m. അപ്പൊ ഇവിടെ എത്തുമ്പോൾ നോക്കിക്കുക, അതിന്റെ വെലോസിറ്റി എത്രയായി? ടച്ച് ചെയ്യുമ്പോൾ, ഗെയ്സ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി കൂടിയിട്ടുണ്ടായിരിക്കും, v ആയിട്ടുണ്ടാവും. v0 കൂടിയിട്ടുണ്ടാവും, മോർ ദാൻ v0. ഓക്കെ, v ആയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഈ പോയിന്റിലും ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ അപ്ലൈ ചെയ്യുക. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഞാൻ ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ എടുക്കുന്ന എവിടെയാ? എബൌട്ട് ദ സെന്റർ ഓഫ് ദ പ്ലാനറ്റ്. ബിക്കോസ് torque about the center of the planet is 0. Therefore, angular momentum about the center of the planet only will be conserved. വേറെ ഏത് പോയിന്റ് എടുത്താലും ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കില്ല. Only about the center of the planet angular momentum will be conserved. No doubt at all. അപ്പൊ ആംഗുലാർ മൊമെന്റം പറഞ്ഞ് mvr. r എന്ന് പറഞ്ഞാൽ ഏതാണ് കുട്ടികളെ? ഈ ഡിസ്റ്റൻസ് എന്നല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് കണ്ടോ? ഈ പോയിന്റിൽ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ലീനിയർ വെലോസിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് സ്മോൾ ലെറ്റർ ആർ എന്ന് ഞാൻ എടുക്കുക. അപ്പൊ ലെറ്റ് മീ റൈറ്റ് ദിസ്. ഫസ്റ്റ് ആംഗുലാർ മൊമെന്റം mvr മസ്റ്റ് ബി ഈക്വൽ ടു mv അല്ല v0r. mv0r, this r equal to mv small capital letter r. mv capital letter r. അത് ഇവിടുത്തെ ആംഗുലാർ മൊമെന്റം ഈ പോയിന്റിലെ ആംഗുലാർ മൊമെന്റോ ഈ പോയിന്റിലെ ആംഗുലാർ മൊമെന്റോ ഈക്വൽ ആയിരിക്കും. m വെട്ടിക്കളയാം. പ്ലാനറ്റ് ഇതെന്താ? റോക്കറ്റ് അല്ലേ? റോക്കറ്റിന്റെ മാസ് വെട്ടിക്കളയാം. എന്നിട്ട് സ്മോൾ ലെറ്റർ ആർ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ വിക്ക് പകരം നമുക്ക് v0r ഡിവൈഡ് ബൈ r എന്ന് ഇവിടെ എഴുതി വെക്കാം. കാരണം ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഇത് ഇനി ഞാൻ എന്താണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഇനി ഞാൻ അപ്ലൈ ചെയ്യേണ്ടത് വേറൊന്നുമല്ല. ഐ ഷുഡ് അപ്ലൈ ദിസ് കൺസർവേഷൻ ഓഫ് എനർജി. ഇവിടുത്തെ എനർജിയും ഇവിടെ ഏതൊക്കെ എനർജി ഉണ്ട്? കൈനറ്റിക്കും ഉണ്ട്, പൊട്ടൻഷ്യലും ഉണ്ട്. കൈനറ്റിക് എത്രയാണ് കുട്ടികളെ? കൈനറ്റിക് ഈസ് ഈക്വൽ ടു, ലെറ്റ് മീ റൈറ്റ്, ഹാഫ് mv². പൊട്ടൻഷ്യൽ മൈനസ് gmm ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് r ഈസ് ഈക്വൽ ടു. ഈ വളരെ അകലെയായിരുന്നപ്പം ഇതിന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ദർ ഇസ് നോ പൊട്ടൻഷ്യൽ എനർജി there. അപ്പൊ കൈനറ്റിക് എനർജി ഹാഫ് mv0². നമുക്ക് എന്ത് ചെയ്യാന്നറിയാവോ? m എല്ലായിടത്തും നിന്നും വെട്ടിക്കളയാം. m വെട്ടിക്കളഞ്ഞു, നോക്കിയേ, m വെട്ടിക്കളഞ്ഞു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു 2 വരും. 2 ഇത് പോകും. എന്നിട്ട് ഈ ടേമിനെ അപ്പുറത്ത് ഞാൻ കൊണ്ടുപോകുന്നു. കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിൽ ചെയ്യുകയാണ്. എന്താന്ന് നോക്കിയേ, v² ഈസ് ഈക്വൽ ടു വാട്ട് ഷുഡ് ഐ ഡു? v² ഈക്വൽ ടു v² ഈസ് ഈക്വൽ ടു v0² പ്ലസ് 2gm/r. ഇത് ജസ്റ്റ് റീഅറേഞ്ചിങ് ആണ് കേട്ടോ. ഇനി വിക്ക് ഞാനിത് ഈ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആറാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, ആറാണ് എൻ്റെ ഉദ്ദേശം. വിക്ക് v0 v²ന് v0² r² ഡിവൈഡഡ് ബൈ r² ഈസ് ഈക്വൽ ടു v0² പ്ലസ് 2gm/r. ഞാൻ ഇനി v0² കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ v0² കൊണ്ട് എല്ലാ ടൈമിനെയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു v0² വരും. ലെറ്റ് മീ കണ്ടിന്യൂ. വേർ ഷുഡ് ഐ കണ്ടിന്യൂ? ലുക്ക്, ഇതിനെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കാം.
എന്നിട്ട് ഇവിടെ സ്പേസ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ലെറ്റ് മീ റൈറ്റ്, ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഈ ആർ സ്ക്വയർ അങ്ങോട്ട് പോയി ഞാൻ V0 കൊണ്ട് ഡിവൈഡ് ചെയ്തായിരുന്നു, അതുകൊണ്ട് 1 പ്ലസ് 2GM ബൈ V0 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, V0 സ്ക്വയർ ആർ. ഇത് ജസ്റ്റ് മാനിപ്പുലേഷൻ ആണ്, മാത്തമെറ്റിക്കൽ മാനിപ്പുലേഷൻ, വേറൊന്നുമില്ല. ജസ്റ്റ് മാത്തമെറ്റിക്കൽ മാനിപ്പുലേഷൻ. ഇക്വേഷനെ മാത്തമെറ്റിക്കലി ഞാൻ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു. എന്തിനാ ഞാൻ ഈ ആർ സ്ക്വയർ കണ്ടുപിടിച്ചത്? എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ഈ ക്യാപ്ചർ ക്രോസ് സെക്ഷന്റെ ഏരിയ ആണ് എനിക്ക് വേണ്ടത്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. വാട്ട് ഐ വാണ്ട് ഈസ് ദ ക്യാപ്ചർ ക്രോസ് സെക്ഷൻ ഏരിയ, ദിസ് ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ. ഈ ആർ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. സി, ദിസ് ആർ ഈസ് ദേർ, ഐ ഗോട്ട് ഇറ്റ്. Therefore, capture cross section area A is equal to A pi r square. Pi small letter r square. Small letter r square ne ഞാൻ substitute ചെയ്യാം. Pi r square into 1 plus 2GM by V0 square r. That's answer. That's answer, children. അധികം പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആംഗുലാർ മൊമെന്റം കൺസർവേഷനും എനർജി കൺസർവേഷനും അപ്ലൈ ചെയ്തു. ഇത് ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ, ഇത് എനർജി കൺസർവേഷൻ. എന്നിട്ട് നമ്മൾ ഈ ക്യാപ്ചർ ക്രോസ് സെക്ഷന്റെ ഏരിയ കണ്ടുപിടിച്ചു. ഇറ്റ് ഇസ് നോട്ട് ഡിഫിക്കൽട്ട്. ഇനി ഇതേ കോൺസെപ്റ്റ് വെച്ച് പല ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചോദിക്കും. ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിലൊക്കെ നോക്കൂ, ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ഒരു പാർട്ടിക്കിൾ തരും. ഇതൊരു ZE ആണ്, ZE. ഇവിടുന്ന് നമ്മൾ എന്താണ് ഒരു സർട്ടൻ, ഇത് B ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് V0 വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്താൽ ഇത് ഇങ്ങനെ റിപ്പൽ ചെയ്ത് ഇങ്ങനെ പോകും. നിങ്ങൾക്ക് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് ചോദിക്കും. ഇത് R0 ആണെന്ന് വിചാരിക്കുക. ഇവിടെയും നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുക? ആംഗുലാർ മൊമെന്റം ഇവിടുത്തെ ആംഗുലാർ മൊമെന്റത്തിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇവിടുത്തെ എനർജി ഇവിടെ ഉള്ളപ്പോഴത്തെ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നോട്ട് ഡിഫിക്കൽട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ലുക്ക് അറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ലുക്ക്, എന്താന്ന് നോക്കി. എ റോഡ് കെപ്റ്റ് വെർട്ടിക്കൽ ഓൺ എ ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ സർഫസ് സ്റ്റാർട്ട് ഫാളിങ്. ഇങ്ങനെ വെച്ചിരുന്ന റോഡാണ്, അതിനെ ചെറുതായിട്ടൊന്ന് ഡിസ്റ്റർബ് ചെയ്തു. ഫ്രിക്ഷൻ ഇല്ല ഇവിടെ, ദർ ഇസ് നോ ഫ്രിക്ഷൻ. ദെയർഫോർ ഇറ്റ് സ്റ്റാർട്ട്സ് ഫാളിങ്. നമുക്ക് എന്താ വേണ്ടത്? ആംഗുലാർ വെലോസിറ്റി ഓഫ് റോഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ആംഗിൾ തീറ്റ made by the rod with the horizontal as a function of theta. This is theta. You want to find out its angular velocity. What angular velocity it maintains when it makes an angle theta. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. Trajectory of particle in the rod at a distance r from the. നമുക്ക് ആദ്യമേ ഇത് ചെയ്യാം. ഇതിന്റെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ടത് എന്താ അറിയാവോ? ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ? ഒന്ന് mg at center of mass, mg. രണ്ട് നോർമൽ റിയാക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോർ. ഈ രണ്ട് ഫോഴ്സും വെർട്ടിക്കൽ ഫോഴ്സ് അല്ലേ? ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടോ? എക്സ് ഡയറക്ഷണൽ ഫോഴ്സ് ഉണ്ടോ? Fx is 0. Fx is 0. അതിന്റെ അർത്ഥം എന്താണ്? ആക്സിലറേഷൻ ഓഫ് CM സെന്റർ ഓഫ് മാസ് എലോങ് എക്സ് ഡയറക്ഷൻ 0 ആയിരിക്കണം. ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് ഹൊറിസോണ്ടൽ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. Center of mass should not shift horizontally. Okay? Why? Initially center of mass റെസ്റ്റിലായിരുന്നു. സി, ഇവിടെയായിരുന്നു സെന്റർ ഓഫ് മാസ് എന്ന് വിചാരിക്കുക. സെന്റർ ഓഫ് മാസ് അവിടെയായിരുന്നു വിചാരിക്കുക. ഇത് വെർട്ടിക്കൽ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, ബിക്കോസ് ദർ ഇസ് എ വെർട്ടിക്കൽ ഫോഴ്സ്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഷിഫ്റ്റ് ഹൊറിസോണ്ടലി ബിക്കോസ് ദർ ഇസ് നോ ഹൊറിസോണ്ടൽ ഫോഴ്സ്. എന്ന് പറഞ്ഞാൽ ഈ ഈ റോഡിന്റെ മിഡ് പോയിന്റ് ഉണ്ടല്ലോ, ഈ വെർട്ടിക്കൽ ലൈനിൽ ഇങ്ങനെ മൂവ് ചെയ്യും, താഴേക്ക് വരും. മിഡ് പോയിന്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസിനെ കുറിച്ചാണ്. ദാറ്റ് മീൻസ് അറ്റ് എനി ടൈം ദ സെന്റർ ഓഫ് മാസ് വിൽ ബി അലോങ് ദിസ് ലൈൻ. ദിസ് ഈസ് ദ സെന്റർ ഓഫ് മാസ്. നോ ഡൗട്ട് അറ്റ് ഓൾ. സെന്റർ ഓഫ് മാസ് ഈസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, therefore what? CM falls
falls vertically down. Vertically what? Down. Center of mass falls vertically down. Freely falling area because there is normal reaction also is acting. Not freely falling, but it is falling vertically down. നമുക്ക് അങ്ങനെ വരുമ്പോൾ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ റോഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷന്റെ യൂസ് ചെയ്യുകയാണ്. നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷൻ കണ്ടുപിടിക്കുന്ന കുട്ടികളെ രണ്ട് വെലോസിറ്റികളേലും അറിഞ്ഞിരിക്കണം. ഈ ടിപ്പിന്റെ വെലോസിറ്റി ഇത് സ്ലിപ്പ് ചെയ്യുകയാണല്ലോ, ഇത് ഇങ്ങോട്ട് ആ വെലോസിറ്റി എന്നറിയാം. അതിനെ V1 എന്ന് വിളിച്ചോ വേണമെങ്കിൽ, V1 അല്ലെങ്കിൽ യു നോ എനിത്തിങ് യു ക്യാൻ കോൾ, നോ പ്രോബ്ലം. അല്ലെങ്കിൽ ഒന്നും വിളിക്കണ്ട, ജസ്റ്റ് വെലോസിറ്റി നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇറ്റ് ഈസ് സ്ലിപ്പിംഗ് ദാറ്റ് ഡയറക്ഷൻ. സി, ഇറ്റ് ഈസ് സ്ലിപ്പിംഗ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആൻഡ് ദിസ് സെന്റർ ഓഫ് മാസ് ഈസ് ഫാളിംഗ് വെർട്ടിക്കലി ഡൗൺ. അപ്പൊ നമ്മൾ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ രണ്ട് വെലോസിറ്റിക്കും പെർപെൻഡിക്കുലർ വരയ്ക്കുക. കാരണം നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞത് എന്താ, ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ടെണ്ണത്തിനും പെർപെൻഡിക്കുലർ വരയ്ക്കുക. കണ്ടോ? വരച്ചോ? വരച്ചു. അപ്പം ഇതിലെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിന്റെ നെറ്റ് വെലോസിറ്റി ഇവിടുന്ന് ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ പോയിന്റ് വെലോസിറ്റി വേണമെങ്കിൽ ഈ ലൈൻ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇങ്ങനെ സി, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ പോയിന്റിലെ വെലോസിറ്റി വേണോ ഈ ജോയിൻ ചെയ്യുക, അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദിസ് റോഡ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ about this point. It's a pure rotation. About this point, it's a pure rotation. No translation at all. എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ പ്ലാനാർ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി can be considered to be a pure rotation. About an axis, about a particular axis. That axis is called a instantaneous axis of rotation. പാർട്ടിക്കിളിന്റെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷൻ കിട്ടും. ഇത് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ, IAR അല്ലെങ്കിൽ ICR എന്ന് എഴുതാം. ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ. ആ പോയിന്റിനെ സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നു. ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഈ ആക്സിസിനെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷൻ എന്ന് വിളിക്കുന്നു. ഇൻസ്റ്റന്റേനിയസ്, അങ്ങനെ തന്നെ ഞാൻ എഴുതാം, ആക്സ് ഓഫ് റൊട്ടേഷൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഈസ് എ പ്യുവർ റൊട്ടേഷൻ അബൌട്ട് ദിസ് പോയിന്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതെന്താ ചെയ്തത്? ഇത് ആദ്യമേ ഇങ്ങനെ നിന്ന റോഡല്ലേ, ഇങ്ങനെ നിന്ന റോഡായിരുന്നു. സെന്റർ ഓഫ് മാസ് ഈ ഹൈറ്റിലായിരുന്നു, L/2 ഹൈറ്റിലായിരുന്നു. ഇപ്പൊ സെന്റർ ഓഫ് മാസിന്റെ ഹൈറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഗെയിൻ ഓഫ് കൈനറ്റിക് എനർജി, അല്ലേ? ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി must be equal to gain of kinetic energy. Loss of potential energy എത്രയാ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു എത്രമാത്രം ഹൈറ്റ് ആണോ ഇത് താഴേക്ക് വന്നത്. തുടക്കത്തിലുള്ള ഹൈറ്റ് എത്രയായിരുന്നു? L/2, സെന്റർ ഓഫ് മാസിന്റെ ഹൈറ്റ് L/2. ഇപ്പൊ എത്രയാണ് ഹൈറ്റ്? L/2 സൈൻ തീറ്റ. ഇത് തീറ്റയാണെങ്കിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ദിസ് ഈസ് L/2 സൈൻ തീറ്റ. തുടക്കത്തിൽ L/2 ഉണ്ടായിരുന്നു. അപ്പൊ ഡിഫറൻസ് എത്രയാ? L/2 മൈനസ് L/2 സൈൻ തീറ്റ. ഇറ്റ് ഈസ് L/2 പുറത്തേക്ക് എടുക്കാം, L/2 ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ. ഇനിയും കൈനറ്റിക് എനർജി എഴുതണം. നോക്കിയാൽ ഞാൻ പറഞ്ഞു ദിസ് ബോഡി ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഒരു ലൈൻ ഞാൻ എക്സ്ട്രാ എഴുതാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. mg delta HCM height lost by center of mass must be equal to kinetic energy equation. ഞാൻ പറഞ്ഞത് പ്യുവർ റൊട്ടേഷൻ ആയിട്ട് തന്നെ കരുതണം. കാരണം ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷൻ ആണ് നമ്മൾ എടുത്തത്. അബൌട്ട് ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷൻ ദ ബോഡി ഈസ് അണ്ടർ പ്യുവർ റൊട്ടേഷൻ. അപ്പം I എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ അബൌട്ട് എടുക്കണം. I about instantaneous axis of rotation. Everything is about this. Okay. Into omega square. I omega square. I about instantaneous axis of rotation. അവിടെ എല്ലാവരും തെറ്റിക്കുന്നത്. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനീഷ്യ അബൌട്ട് ഇതിന്റെ സെന്ററിലല്ല എടുക്കേണ്ടത്, ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷൻ എടുക്കണം. കാരണം അബൌട്ട് ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷൻ ദിസ് ഈസ് ഇൻ പ്യുവർ റൊട്ടേഷൻ.
ഈ ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടല്ലോ, ഒരു ഫിക്സഡ് പോയിന്റ് അല്ല കേട്ടോ, ഇത് മാറിക്കൊണ്ടിരിക്കും. ഈ പോയിന്റ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പോയിന്റ് ക്യാൻ ചേഞ്ച്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എം ജി അതുപോലെ എഴുതി, എം ജി ഡെൽറ്റ എച്ച് എത്രയാ, L/2 ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ അല്ലേ, ഹാഫ്. ഇനിയും മൊമെന്റ് ഓഫ് ഇനീഷ്യ അബൌട്ട് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എഴുതണം. എങ്ങനെ എഴുതാം? പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇത് അബൌട്ട് ദിസ് ആക്സിസ്, അബൌട്ട് ദി ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ, ദാറ്റ് ഈസ് M/L² ആണ്. ഇനി മാസ് ടൈംസ് ഡിസ്റ്റൻസ് സ്ക്വയർ, മാസ് ടൈംസ് ഡിസ്റ്റൻസ് സ്ക്വയർ. ഡിസ്റ്റൻസ് എത്രയാണ് കുട്ടികളെ? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. മാസ് M, ഡിസ്റ്റൻസ് ഈ രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് L/2 കോസ് തീറ്റയാണ്. മാസ് ടൈംസ് ഡിസ്റ്റൻസ് സ്ക്വയർ, L/2 കോസ് തീറ്റ സ്ക്വയർ. അപ്പോൾ L²/4 കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ഒമേഗ സ്ക്വയർ. അതുപോലെ എഴുതി. ഇനി എന്തൊക്കെ നമുക്ക് വെട്ടിക്കളയാം? നമുക്ക് എന്തൊക്കെ കളയാന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കൂ, ഈ 2 കളയാം, M എല്ലാ ടൈമിലും ഉണ്ട്, M കളയാം. നോക്കൂ, M കളയാം, എല്ലാ ടൈമിലും ഉണ്ട്. ഒരെല്ല് കളയാം, ഒരെല്ല് കളയാം, നമുക്ക് ഒരെല്ല്. അതെല്ലാം കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി നോക്കിയേ, ഒരെല്ല് കളയാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ G ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ. 2 നമ്മൾ കളഞ്ഞതാണ്, M കളഞ്ഞതാണ്, ഒരെല്ല് കളഞ്ഞാണ്. എല്ല് കോമൺ ഔട്ട് ചെയ്യാം അല്ലേ? ഇവിടെ എല്ല് കോമൺ ഔട്ട് ചെയ്താൽ 1/12 പ്ലസ് എല്ല് പുറത്തിട്ടിട്ടുണ്ട് 1/4 കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ഒമേഗ സ്ക്വയർ. റൈറ്റ് അണ്ടർസ്റ്റാൻഡ്? ഞാൻ ഒന്നും ചെയ്തില്ല, അതിൽ കോമൺ ഔട്ട് ചെയ്യാൻ പറ്റുന്നത് കോമൺ ഔട്ട് ചെയ്ത് അത്രേ ഉള്ളൂ. ഇനി 12 കൊണ്ട് ത്രൂ ഔട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്യാം, 12 കൊണ്ട്. അപ്പൊ 12G ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ. 12 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് സൈഡും. അപ്പൊ L ഇൻറ്റു L, 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കേട്ടോ ഓരോ ടൈമിനെയും. അപ്പൊ ഇത് 1 ആയി. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 2 കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ഒമേഗ സ്ക്വയർ, ഇൻറ്റു ഒമേഗ സ്ക്വയർ. എനിക്ക് ഒമേഗയാണ് വേണ്ടത്. അപ്പൊ കിട്ടി ഒമേഗ ഈസ് ഈക്വൽ ടു അണ്ടർ റൂട്ട് വാട്ട് വിൽ ഐ ഗെറ്റ്? 12G ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ what? L into 1 plus 3 cos square theta. That is what omega is. ഇതിന്റെ ഇപ്പോഴത്തെ ആംഗുലാർ സ്പീഡ് when it makes an angle theta മേക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ആംഗുലാർ സ്പീഡ് ഇതാണ്. ദിസ് ഈസ് ദ ആംഗുലാർ സ്പീഡ്. ഇത് വേറെ രീതിയിലും ചെയ്യാം, പക്ഷെ എനിക്ക് അതിനുള്ള സമയമില്ല. നമുക്ക് ഗ്രൗണ്ട് ഫ്രെയിമിൽ ഇത് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് ഗ്രൗണ്ട് ഫ്രെയിം ഇൻ ദ സെൻസ് ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷൻ കൺസിഡർ ചെയ്യാതെ തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. അവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ്. ഇത് മനസ്സിലായോ കുട്ടികളെ? ഈ ഇൻസ്റ്റന്റേനിയസ് ആക്സ് ഓഫ് റൊട്ടേഷന്റെ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലായോ? ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ഫോർ എ പ്ലാനാർ മോഷൻ. ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിനെയാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മൊമെന്റ് ഓഫ് ഇനീഷ്യ അബൌട്ട് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എഴുതാൻ മറക്കരുത്. മൊമെന്റ് ഓഫ് ഇനീഷ്യ അബൌട്ട് ഇൻസ്റ്റന്റേനിയസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഷുഡ് ബി റിട്ടൺ. അതിന് പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി നമ്മളോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? സി, ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ റോഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ്, അത് നമ്മൾ കണ്ടുപിടിച്ചു, ലീവ് ഇറ്റ്. ട്രജക്ടറി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ദ റോഡ് അറ്റ് എ ഡിസ്റ്റൻസ് L ഫ്രം ദ ബോട്ടം ഓഫ് ദ റോഡ്. ഇവിടുന്ന് ആ ഡിസ്റ്റൻസിൽ ഏതെങ്കിലും പാർട്ടിക്കിൾ എടുക്കുക. ഞാൻ ഈ പാർട്ടിക്കിൾ എടുത്തു. സി, ഐ ടുക്ക് ദിസ് പാർട്ടിക്കിൾ, ലെറ്റ് മീ കളർ ഇറ്റ്. അതിന്റെ കോർഡിനേറ്റ് എക്സും വൈയും ആണെന്ന് വിചാരിക്കുക. ആ പാർട്ടിക്കിൾ എത്ര അകലത്തിലാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ആ പാർട്ടിക്കിൾ ഉള്ളത് എത്ര അകലത്തിലാണെന്ന് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? രണ്ടിനോ, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ R എന്ന് പറയുന്നുണ്ട്. സ്മോൾ ലെറ്റർ R അകലം ബോട്ടത്തിൽ നിന്നുള്ള ഒരു പാർട്ടിക്കിളാണ് അല്ലേ? ഈ ലെങ്ത് നമുക്കറിയാലോ, യു നോ ദിസ് ലെങ്ത്. ഇത് എത്രയാ? L/2 ആണ് അല്ലെ? L/2. ബാക്കിയുള്ള ഈ ലെങ്ത് എത്രയാ? ബാക്കിയുള്ളത് R-L/2. ദിസ് ലെങ്ത് ഈസ് R-L/2. Try to understand, children. From here to here R, from here to here L/2. Then this must be what? R-L/2. എന്തിനാ ഞാൻ ഇതൊക്കെ കണ്ടുപിടിച്ചേ? എനിക്ക് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് വേണം.
എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് വേണം, ദിസ് ഡിസ്റ്റൻസ്. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൈ എക്സ് ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇത് വൈ. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൈ ആക്സിസിലുള്ള പെർപെൻഡിക്കുലർ, ഇത് എക്സ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഹൊറിസോണ്ടലുമായിട്ട് തീറ്റയാണ് ആംഗിൾ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയല്ലേ? അല്ലേ? ഇതാണ് എക്സ് ചിൽഡ്രൻ. ദിസ് വൺ ഈസ് നത്തിങ് ബട്ട് വൈ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ എന്തിനാ ഈ എക്സും വൈയും എഴുതുന്നേ? എക്സും വൈയും എഴുതിയിട്ട് ഞാൻ ഏതെങ്കിലും പാരാമീറ്ററിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിയാണ്. നിങ്ങൾക്കറിയാം, ഒരു ട്രജക്ടറിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ എഴുതേണ്ടത്. എക്സ് എങ്ങനെ എഴുതാം? വളരെ സിമ്പിൾ ആണ്. സി, എക്സ് ഈസ് ഈക്വൽ ടു ആർ മൈനസ് എൽ ബൈ ടു വാട്ട്? കോസ് തീറ്റ. കോസ് തീറ്റ. ഇതിൽ നിന്ന് കോസ് തീറ്റ എങ്ങനെ എഴുതാം? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ആർ മൈനസ് എൽ ബൈ ടു. അതെഴുതി. അതുപോലെ വൈ എന്താണെന്ന് നോക്കി. വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹൈറ്റ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഇവിടം വരെ ആറുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ഇത് തീറ്റയാണെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റയാണ്. സൈൻ തീറ്റ. ഇതിൽ നിന്ന് സൈൻ തീറ്റ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ നോക്കി. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ്? വൈ ബൈ ആർ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾക്ക് എക്സും വൈയും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ തീറ്റ എന്ന് പറയുന്ന പാരാമീറ്ററിനെ എലിമിനേറ്റ് ചെയ്യണം. ഇവരെ എലിമിനേറ്റ് ചെയ്യണം. എങ്ങനെയാ? സൈനും കോസും കൊണ്ട് എങ്ങനെ എലിമിനേറ്റ് ചെയ്യുക? സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ പോരെ. കാരണം സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എന്തായി പോവും? 1 ആയി പോവും. അപ്പൊ സ്ക്വയർ ചെയ്ത് രണ്ട് സൈഡും ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദിസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് എൽ ബൈ ടു സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1. ഇത് ആരുടെ ഇക്വേഷൻ ആണെന്ന് അറിയാമോ? എലിപ്സ്. എലിപ്സിന്റെ ഇക്വേഷൻ അല്ലേ? ആലോചിച്ച് നോക്കി. എലിപ്സ് എന്ന് പറഞ്ഞാൽ ഇതിലെ എല്ലാ പാർട്ടിക്കിളും 3 പാർട്ടിക്കിൾ മാത്രം എലിപ്സിൽ മൂവ്, 2 പാർട്ടിക്കിൾ എലിപ്സിൽ മൂവ് ചെയ്യല. ഏതൊക്കെയാണെന്നറിയാവോ? ഈ സെന്ററിലെ പാർട്ടിക്കിൾ വെർട്ടിക്കലി താഴേക്കേ മൂവ് ചെയ്യുള്ളൂ. ഈ എഡ്ജിലെ പാർട്ടിക്കിളും ഇങ്ങനെ മൂവ് ചെയ്യുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എങ്ങനെ മൂവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ യെസ്, ഇങ്ങനെ ഒരു എലിപ്സിൽ മൂവ് ചെയ്യും. ഒരു ക്വാർട്ടർ ഓഫ് ദ എലിപ്സ്. കംപ്ലീറ്റ് എലിപ്സ് ഉണ്ടാക്കിയല്ല. ഇതിന്റെ മേജർ ആക്സ് മൈനർ ആക്സ് ഒക്കെ ഏതാണെന്ന് നിങ്ങൾ നോക്കൂ. വൈക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ച് കാണിക്കാം. സി, എനിക്ക് സമയമില്ല. ഞാൻ ഉദ്ദേശിച്ച സ്പീഡിൽ ക്ലാസ് പോകുന്നില്ല. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരായിരുന്നു. നോക്കൂ കുട്ടികളെ, നിങ്ങൾ ഇങ്ങനെ ഒരു എലിപ്സ് കരുതുക. സി, let me draw it neatly. ഇതൊരു എലിപ്സ് ആണ് ഉണ്ടല്ലോ. റോഡിന്റെ ഇതൊരു റോഡാണെന്ന് കരുത്. ദിസ് ഈസ് എ റോഡ്. നമ്മൾ ഏത് പാർട്ടിക്കിളിനെ കുറിച്ച് എവിടെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആർ അകലത്തിലുള്ള ഒരു പാർട്ടിക്കിൾ. ഇത് ആർ. ദിസ് ഈസ് ആർ. ആ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ഈ ക്വാർട്ടർ ഓഫ് ദ എലിപ്സ് ഫോളോ ചെയ്യും. എന്നിട്ട് അത് ലാസ്റ്റ് ഇങ്ങനെ വന്ന് കിടക്കും. ലാസ്റ്റ് ഇങ്ങനെ വന്ന് കിടക്കും. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ആർ മൈനസ് എൽ ബൈ ടു. ആറ് മൈനസ് എൽ ബൈ ടു. ഇത് 6 എന്ന് പറഞ്ഞാൽ ഈ എലിപ്സിന്റെ ആക്സിസ്, സെമി മേജർ ആക്സിസും സെമി മൈനർ ആക്സിസും നിങ്ങൾ നോക്കൂ. കാര്യം മനസ്സിലായോ? പാത്ത് എലിപ്റ്റിക്കൽ ആയിരിക്കും. നിങ്ങൾ മാത്സിലൊരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടല്ലോ. മാത്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. NCERT മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു റോഡ്, ഡോണ്ട് യു നോ, ഈ റോഡ് ഇങ്ങനെ സ്ലിപ്പ് ചെയ്യുകയാണ്. ഡു യു റിമെമ്പർ ദാറ്റ്? ഇങ്ങനെ സ്ലിപ്പ് ചെയ്യുകയാണ്. ഈ റോഡിലെ പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്ന പാത്ത് ഏത്? സെന്ററിലെ പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ സർക്കിൾ ആയിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. സെന്ററിലെ പാർട്ടിക്കിൾ മാത്രം. സെന്ററിലെ പാർട്ടിക്കിൾ സർക്കിൾ. ബാക്കിയുള്ള ഏത് പാർട്ടിക്കിൾ എടുത്താലും ഇതുപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഏത് പാർട്ടിക്കിൾ എടുത്താലും എന്തായിരിക്കും അത്? എലിപ്റ്റിക്കൽ പാത്ത് ആയിരിക്കും. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? മാത്സിൽ ചെയ്തിട്ടുണ്ടോ? മാത്തമാറ്റിക്സിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇത് ഒരു റോഡ് ഇങ്ങനെ തെന്നി വരുന്ന സംഭവം ചെയ്തിട്ടില്ലേ?
എന്തേലും ഒന്ന് ആൻസർ പറയൂ കുട്ടികളെ. ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ചെയ്തിട്ടുണ്ടെന്ന് പറയൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഇത് വാസ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ അല്ലേ? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് നോക്കൂ, 6th ക്വസ്റ്റ്യൻ നോക്കൂ. ഇതും ഹൈലി കോൺസെപ്ച്വൽ ആണ് കേട്ടോ. 6th ക്വസ്റ്റ്യൻ ഓൾസോ ഈസ് ഹൈലി കോൺസെപ്ച്വൽ. നോക്കൂ, എ റോക്കറ്റ് ഈസ് ലോഞ്ച് ഫ്രം പോയിന്റ് എ. ഇതാണ് എ കേട്ടോ. ദിസ് പോയിന്റ് ഈസ് എ. റോക്കറ്റ് ഈസ് ലോഞ്ച്ഡ് ഫ്രം പോയിന്റ് എ. Then what? On Earth. It reaches the point B on Earth with the velocity anti-parallel to initial velocity. അത് ബിയിലെത്തിയപ്പോൾ അതിന്റെ വെലോസിറ്റി എങ്ങനെയായിരുന്നു? പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിരുന്നു, ആന്റി പാരലൽ ആയിരുന്നു. ഇനിയും ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ലൈൻ എ ബി അറ്റ് ദ സെന്റർ ഈസ് 2θ. ഇത് 2θ ആണ്. തീറ്റ 60 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ 2θ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ 120 ആണ്. ഇത് 60 ആണ്, ഇത് 60 ആണ്. എ സാറ്റലൈറ്റ് മൂവിംഗ് ക്ലോസർ ടു ദ സർഫസ് ഓഫ് സൺ ഹാസ് ടൈം പീരീഡ് T0. ക്ലോസർ ടു ദ സർഫസ്, ഇങ്ങനെ ഒരു സാറ്റലൈറ്റ് മൂവ് ചെയ്യുകയാണ്, അതിന്റെ ടൈം പീരീഡ് T0 എന്ന് പറയുന്നുണ്ട്. ദ റേഡിയസ് ഓഫ് ദ എർത്ത് ഈസ് R. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ റോക്കറ്റ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിൽ എത്താൻ റോക്കറ്റ് എത്ര സമയം എടുത്തു? ഏത് പാത്തിലായിരിക്കും അത് വരിക? 2-3 പോസിബിലിറ്റി ഞാൻ പറയാം. നോക്കൂട്ടികളെ, ഈ റോക്കറ്റിനെ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ആയിട്ടാണ് പ്രൊജക്ട് ചെയ്തെങ്കിൽ അത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരികയുള്ളൂ. അപ്പൊ അങ്ങനെയല്ല പ്രൊജക്ട് ചെയ്തത്. ഇനി ടാൻജൻഷ്യൽ ആയിട്ട് സഫീഷ്യന്റ് വെലോസിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ടാൻജൻഷ്യൽ ആയിട്ടാണെങ്കിൽ അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യും, ബിയിൽ പോവില്ല. എന്ന് പറഞ്ഞാൽ പാത്ത് ഈസ് നോട്ട് സ്ട്രെയിറ്റ് ലൈൻ, നോട്ട് സർക്കുലർ. പിന്നെ ഇവിടുത്തെ വെലോസിറ്റിക്ക് പാരലാണ് ഈ വെലോസിറ്റി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ സാധനം തിരിച്ച് എർത്തിലേക്ക് എസ്കേപ്പ് ഒന്നും ചെയ്തിട്ടില്ല, തിരിച്ച് എർത്തിലേക്ക് തന്നെ വന്നു. അപ്പൊ ഇതിന് ഒരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പാത്ത് കനോട്ട് ബി ഹൈപ്പർബോള ഓർ പാത്ത് കനോട്ട് ബി ഹൈപ്പർബോള ഓർ പരാബോള. എപ്പോഴാ പരാബോളയാണെന്ന് അറിയാമോ? പരാബോളയാണെങ്കിൽ ഇതിന്റെ നെറ്റ് എനർജി 0 ആയിരിക്കും. അത് എസ്കേപ്പ് ചെയ്യും. ഇറ്റ് വോണ്ട് കം ബാക്ക്. ഹൈപ്പർബോളിക് പാത്ത് ആണെങ്കിലും അത് ഒരിക്കലും തിരിച്ചു വരില്ല. എന്ത് സംഭവിക്കും? എസ്കേപ്പ് ചെയ്യും. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ, സർക്കിൾ, എലിപ്റ്റിക്കൽ, ഈ 3 ചാൻസസേ ഉള്ളൂ. അതിൽ സ്ട്രെയിറ്റ് ലൈനും അല്ല, സർക്കുലറും അല്ല, നമ്മൾ കണ്ടതാ. പിന്നെ എന്ത് പാത്തായിരിക്കും ഇത്? ഇറ്റ് മസ്റ്റ് ബി എ elliptical path. Let me draw an ellipse. And പാത്ത് ഇങ്ങനെ ആയിരിക്കുകയും ചെയ്യും. കാരണം എന്താണെന്ന് അറിയാവോ? ഇവിടുത്തെ വെലോസിറ്റിയും പറയുന്നുണ്ട്, ഈ 2 വെലോസിറ്റികൾ പാരലാന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടുത്തെ വെലോസിറ്റിയും പാരലാവണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി എലിപ്സ് ഇൻ ദ സെൻസ് ഇത് അതിന്റെ എന്തായിരിക്കണം? മൈനർ ആക്സിസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ദിസ് എലിപ്സ് മസ്റ്റ് ബി സിമെട്രിക് അബൌട്ട് ദിസ് ലൈൻ. അപ്പൊ എലിപ്സിന്റെ പകുതിയായിരിക്കും ഇത്, ഈ പകുതി. ആ എലിപ്സിന്റെ ഫോസി എവിടെയായിരിക്കും? ഈ എർത്തിന്റെ സെന്ററിലായിരിക്കും. ദിസ് ഈസ് ദ ഫോക്കസ് അല്ലെങ്കിൽ ഫോസി. വൺ ഓഫ് ദ ഫോസി ഈസ് അറ്റ് ദ സെന്റർ. ദിസ് ഈസ് ദ കണ്ടീഷൻ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എയിൽ നിന്ന് പോയി ഇവിടെ വരാൻ എത്ര ടൈം എടുത്തു എന്ന് അറിയണം. നമുക്ക് ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് നിയർ ദ സർഫസ് ഓഫ് എർത്ത് T0 ആണെന്ന് വന്നിട്ടുണ്ട്. വെലോസിറ്റീസ് ആർ ആന്റി പാരലൽ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? എങ്ങനെയാണ് ഞാൻ ആ ജഡ്ജ്മെന്റിൽ എത്തിയെന്ന്? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ ആയിക്കൂടെ, ഇവിടെയും ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ, കണ്ടോ, ഈ 2 ഡിസ്റ്റൻസും ഈക്വൽ അല്ലേ? നോക്ക്, ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഞാൻ റൂൾ ഔട്ട് ചെയ്യാം. ഈ വെലോസിറ്റിയും ഈ വെലോസിറ്റി ആന്റി പാരലൽ അല്ലേ? അപ്പൊ ഇങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ, അപ്പൊ ഈ ഡിസ്റ്റൻസും എന്താവില്ല? ഈക്വൽ ആവില്ല. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഇത് 6 ആണ്, ഇത് 6 ആണ്. അപ്പൊ ഈ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ. അതൊക്കെ നമ്മുടെ കോമൺ സെൻസ് ആണ്. ഇനി എന്ത് ചെയ്യാം? ഇനി നിങ്ങൾ നോക്കിയേ, ഫോർ സർക്കുലർ ഓർബിറ്റ്,
സർക്കുലാർ ഓർബിറ്റ് ആണ്, T0² ഡയറക്ട്ലി പ്രപ്പോസ് ടു R ആയിരിക്കും അല്ലേ? ഫോർ എലിപ്റ്റിക്കൽ ഓർബിറ്റോ? ഫോർ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്തായിരിക്കും കുട്ടികളെ? അതിന്റെ ടൈം പീരീഡ് T ആണ്. T² ഡയറക്ട്ലി പ്രപ്പോസ് ടു A ആയിരിക്കും. R അല്ല, R3. ഇത് A³ ആയിരിക്കും. A എന്ന് പറഞ്ഞാൽ എന്താ? സെമി മേജർ ആക്സിസ്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ശ്രദ്ധിക്കൂ നിങ്ങൾ. ഈ ഡയഗ്രത്തിലേക്ക് ഞാൻ പോകാം. ഇത് ഇങ്ങോട്ട് ഞാൻ മാറ്റുകയാണ് കേട്ടോ. ഞാൻ ഈ എഴുതിയ സാധനം അടുത്ത പേജിലേക്ക് ഞാൻ മാറ്റാം. ഇതാ ഇവിടെ ഞാൻ എഴുതാം. നോക്കൂ നിങ്ങൾ, ഇവിടെ ഇതെന്താണ്? ഇത് റേഡിയസ് ആണ് അല്ലേ? അത് മാത്രമല്ല, ഇത് ഫോക്കസും ഇത് മേജർ ആക്സിസ്, ഐ മീൻ സെമി മൈനർ ആക്സിസും ഇതിന്റെ എൻഡും ആയതുകൊണ്ട് ഇത് A ആയിരിക്കും എന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഇങ്ങനെ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് A, ദാറ്റ് ഈസ് ഈക്വൽ ടു R. എയും ആറും ഈക്വൽ ആണ്. നോക്കൂ കുട്ടികളെ, ഇങ്ങനെ ഒരു എലിപ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് B, ഇത് A, ഇതിന്റെ ഫോസിയിലേക്ക് ഇവിടെ നിന്നുള്ള C. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈ ഡിസ്റ്റൻസ് A ആണെങ്കിൽ ഇതും A ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എലിപ്സിന്റെ പ്രോപ്പർട്ടിയിൽ. ഇത് കണ്ടോ, ഈ ഫോക്കസിൽ നിന്ന് മൈനർ ആക്സിസിന്റെ എൻഡിലേക്ക് വരയ്ക്കുന്ന ഇതും A ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, A² ഈസ് ഈക്വൽ ടു B² പ്ലസ് C² എന്നുള്ള റിലേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ A Rന് ഈക്വൽ ആണ്. ഇതെന്താണ്? B ആണ്. ഇതെന്താണ്? C ആണ്. ഈ ആംഗിൾ എത്രയാണ്? 60 ആണ്. ഈ ആംഗിളും എത്രയാണ്? 60 ആണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിക്കൂ. ഇനി ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയേ. സർക്കുലാർ പാത്ത് ആണെങ്കിൽ ടൈം പീരിയഡിന്റെ സ്ക്വയർ റേഡിയസിന്റെ ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. എലിപ്റ്റിക്കൽ പാത്ത് ആണെങ്കിൽ ടൈം പീരിയഡിന്റെ സ്ക്വയർ സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പൊ ആറും എയും ഈക്വൽ ആയതുകൊണ്ട്, ലുക്ക് ഹിയർ, ആറും എയും ഈക്വൽ ആയതുകൊണ്ട് എന്ത് പറയാം നമുക്ക്? സിൻസ് R is equal to A, what you can say? Since R is equal to A, T time period of this total time period, ഇതിന്റെ ടൈം പീരീഡും T0യും ഈക്വൽ ആയിരിക്കും. ടൈം പീരീഡ് ഓഫ് ദിസ് എലിപ്റ്റിക്കൽ പാത്ത് ആൻഡ് ടൈം പീരീഡ് ഓഫ് ദാറ്റ് സർക്കുലാർ പാത്ത് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ, ഈ പാത്തിൽ ഒരു സംഭവം കറങ്ങുമ്പോഴത്തെ ടൈം പീരീഡും ഈ സർക്കുലാർ പാത്തിൽ കറങ്ങുമ്പോഴത്തെ ടൈം പീരീഡും സെയിം ആയിരിക്കും. ബിക്കോസ് R is equal to A ആയിരുന്നു. ഇത് എഗ്രി ചെയ്യുന്നോ? ഡു യു എഗ്രി ദിസ്? ഇനി നോക്കിയേ നിങ്ങൾ, അത് നമ്മൾ ചെയ്തതിന് ശേഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് dA/dt ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ dA1 അല്ലെങ്കിൽ A1/A2 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? T1/T2 എന്ന് എഴുതാം. ഫോർ എലിപ്റ്റിക്കൽ പാത്ത് ദിസ് ഈസ് ട്രൂ. നോട്ട് ഓൺലി ഫോർ എലിപ്റ്റിക്കൽ പാത്ത്, എനി പാത്ത് ഫോർ സെൻട്രൽ ഫോഴ്സ് dA/dt ഈസ് കോൺസ്റ്റന്റ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി തിരിച്ചു വരാൻ എടുക്കുന്ന ടൈം T0 ആണെന്ന് എനിക്കറിയാം. ഇവിടുന്ന് ഇവിടം വരെയുള്ള ടൈം T ആണെന്ന് കരുതുക, സ്മോൾ ലെറ്റർ T. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്. നോക്കൂ, T/T0 ഈസ് ഈക്വൽ ടു, അപ്പൊ T എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള പാത്ത് ടൈമാണ്. നോക്കൂ, എയിൽ നിന്ന് B വരെയുള്ള ടൈമാണ് ഞാൻ T എടുത്തത്. അപ്പൊ ഈ റേഡിയസ് വെക്ടർ സ്വീപ്പ് ചെയ്യുന്ന ആംഗിൾ എടുക്കണം എന്ന് പറഞ്ഞാൽ ഇത്, അല്ലാണ്ട് എലിപ്സിന്റെ പകുതി അല്ല എടുക്കേണ്ടത്. റേഡിയസ് വെക്ടർ സ്വീപ്പ് ചെയ്യുന്ന ആംഗിൾ, സ്വീപ്പ് ചെയ്യുന്ന ഏരിയ അത് A ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് ഏരിയ ഈസ് വാട്ട്? A ആണെന്ന് വിചാരിക്കുക. അപ്പൊ A ടോട്ടൽ ഏരിയ A0 ആണെന്ന് വിചാരിക്കുക. നോക്കുട്ടികളെ, ടോട്ടൽ ടൈമിന് ആനുപാതികമായി ടോട്ടൽ ഏരിയ എഴുതുക. ആ ലിറ്റിൽ ടൈമിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് വരാൻ എടുക്കുന്ന ടൈമിന് ആനുപാതികമായിട്ട് ഈ ഏരിയയും എഴുതുക. ഡു യു എഗ്രി ദിസ്? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ പരസ്പരം ചാറ്റ് ചെയ്യുക. ഈ ഡൗട്ട് വല്ലതും ആണോ ചോദിക്കുന്നത്? അപ്പൊ എനിക്ക് എന്ത് എഴുതാം?
ടി ബൈ ടി ഈസ് ഈക്വൽ ടു ടൈം ടേക്കൺ ഫ്രം എ ടു ബി എന്ന് എഴുതാം കേട്ടോ. എ ടു ബി ടൈം ടേക്കൺ ഫ്രം എ ടു ബി ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഇൻറ്റു T0. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. TAB ഈസ് ഈക്വൽ ടു, കുട്ടികളെ ഇതിന്റെ ഏരിയ എങ്ങനെ എടുക്കും നമ്മൾ? ഇതിന്റെ ഏരിയ എങ്ങനെ എടുക്കും എന്ന് ചോദിച്ചാൽ എലിപ്സിന്റെ പകുതി ഏരിയ എടുക്കുക, എന്നിട്ട് ഇതുകൂടെ ആഡ് ചെയ്യുക. എലിപ്സിന്റെ പകുതി ഏരിയ എത്ര? എലിപ്സിന്റെ ഫുൾ ഏരിയ എത്രയാ? പൈ എ ബി ആണ്. എലിപ്സിന്റെ പകുതി ഏരിയ എടുത്തിട്ട് നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും കൂടെ ആഡ് ചെയ്യുക. ട്രയാങ്കിളിന്റെ ബേസ് എത്രയാണ് കുട്ടികളെ? ബേസ് എന്ന് പറഞ്ഞാൽ ഇത് ബി ആണ്, ഇതും ബി ആണ്, അങ്ങനെ 2B ബേസ് ആയി. ഇത് സി. നോക്കൂ, ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. ഇത് എ ആണ്, ഇത് സി ആണ്, ഇത് ബി ആണ്, ഈ ആംഗിൾ 60 ആണ്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 2B ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ BC എന്ന് പറഞ്ഞാൽ BC ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു 2B ഇൻറ്റു സി BC. എന്നിട്ടോ ഈ ടോട്ടൽ ഏരിയ ഓഫ് ദ എലിപ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ എലിപ്സ്? പൈ എ ബി. എലിപ്സിന്റെ ഏരിയ എല്ലാവർക്കും അറിയാലോ അല്ലേ? പൈ എ ബി. കുട്ടികളെ പൈ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇത് 1/2 എന്ന് വന്നു അല്ലേ? 1/2 ഫസ്റ്റ് ടേം. രണ്ടാമത്തെ ടേമില് ബി പോയി, അപ്പോ സി ബൈ പൈ ബി എന്ന് വന്നു. ബി ആ പോയെ, പൈ എ. പൈ എ ഇൻറ്റു ഇവിടെ ഒരു T0 ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ T0 ഞാൻ കളഞ്ഞിട്ടില്ല. T0 ഇൻറ്റു T0. ഇനി സി ബൈ എ എന്താണ്? ലുക്ക്, സി, ഇത് സി, ഇത് എ. സി ബൈ എ എന്ന് പറഞ്ഞാൽ cos 60 അല്ലേ? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സി ബൈ എ ഈസ് നത്തിങ് ബട്ട് cos 60. സി ബൈ എ, ദിസ് വൺ. സി ബൈ എ ഈസ് cos 60. cos 60യുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ. cos 60 എന്ന് പറഞ്ഞാൽ sin 30 ഈക്വൽ ആണ്. അപ്പൊ ടൈം ഫ്രം എ ടു ബി ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് cos 60 അല്ലേ? അപ്പൊ 1 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു T0. ഇനി വേണമെങ്കിൽ 2π നമുക്ക് LCM എടുക്കുകയാണെങ്കിൽ 2π ഇവിടെ എന്ത് വരും? പൈ പ്ലസ് 1 വരും ഇൻറ്റു T0 അതുപോലെ എഴുതി. ദിസ് ഈസ് ആൻസർ. ഹൈലി കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി പഠിക്കുക. ഹൈലി കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്കൊന്നും എന്നോട് ചോദിക്കാനില്ലേ? ഡൗട്ടൊന്നും ഇല്ലേ? എല്ലാം പഠിച്ചിരിക്കുകയാണോ? കാര്യം മനസ്സിലാവുന്നുണ്ടോ? മറ്റൊന്നുമില്ല. ഇത് എലിപ്റ്റിക്കൽ ആണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ടൈം T ആണെന്ന് വിചാരിക്കുക. ഇനി ടോട്ടൽ ടൈം T0 ആണെന്ന് നമുക്കറിയാം. അപ്പോ ആ ടൈമിന്റെ റേഷ്യോ ഏരിയയുടെ റേഷ്യോ ആയിരിക്കും. അതാണ്, ദാറ്റ് ഈസ് വാട്ട് ഹിയർ ഇറ്റ് ടെൽസ് യു. ടൈമിന്റെ റേഷ്യോ ഏരിയ കവർ ചെയ്യുന്ന റേഡിയസ് വെക്ടർ കവർ ചെയ്യുന്ന ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഏരിയയുടെ റേഷ്യോയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇത് ഈ ഏരിയ ഒക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് മാത്തമാറ്റിക്കലാണ്. ഇത് ഹാഫ് ഓഫ് ദ എലിപ്സ് എടുത്തു, ഈ ട്രയാങ്കിളും എടുത്തു, രണ്ടും കൂടെ ആഡ് ചെയ്തു. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇത് വളരെ എന്താണ്, ഒരു സെന്റർ ഓഫ് മാസ് ഫ്രെയിം ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സെന്റർ ഓഫ് മാസ് ഫ്രെയിം. ഈ പ്രോബ്ലം ശ്രദ്ധിക്കൂ എല്ലാവരും. ശ്രദ്ധിക്കൂ. Two block of mass M and 2M. ഇത് M, ഇത് 2M. ശ്രദ്ധിക്കൂ. കണക്റ്റഡ് വിത്ത് എ സ്പ്രിംഗ് വിത്ത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് K. ഇതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K. സ്പ്രിംഗ് കോൺസ്റ്റന്റ് K. ഓക്കെ. ആ ഷോൺ ഇൻ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസ്. ഈ സർഫസ് സ്മൂത്ത് ആണ്, നോ ഫ്രിക്ഷൻ. എ കോൺസ്റ്റന്റ് ഫോഴ്സ് F സ്റ്റാർട്ട്സ് ആക്ടിങ് ഓൺ ദ റൈറ്റ് ബ്ലോക്ക്. ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, കോൺസ്റ്റന്റ് ഫോഴ്സ്. ഫൈൻഡ് ദ മാക്സിമം എക്സ്റ്റൻഷൻ ഓഫ് ദ സ്പ്രിംഗ് ഡ്യൂറിങ് സബ്സിക്വന്റ് മോഷൻ. ഇത് ആക്ച്വലി എന്ത് ചെയ്യുമെന്ന് അറിയാവോ? ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓസിലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ രണ്ട് മോഷൻ ഉണ്ട്. എവിടുന്ന് നോക്കുമ്പോ? നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോ
രണ്ട് മോഷൻ ഉണ്ട് ഇതിന്. ഒന്ന് ട്രാൻസ്ലേഷൻ, ഒന്ന് ഓസിലേഷൻ. ട്രാൻസ്ലേഷൻ പ്ലസ് ഓസിലേഷൻ. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു മുന്നോട്ട്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഒരു ഓസിലേറ്റ് ചെയ്യുന്ന സ്പ്രിങ് മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? സെന്റർ ഓഫ് മാസിന് ആക്സിലറേഷൻ ഉണ്ട്. നോക്ക്, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്? ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ടോട്ടൽ ഫോഴ്സ് എഫ് ആണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ മാസ് എത്രയാ? 3m. ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഏത് ഡയറക്ഷൻ ആക്സിലറേഷൻ? ഈ ഡയറക്ഷനിൽ, ഫോഴ്സിന്റെ ഡയറക്ഷനിൽ. ദ സെന്റർ ഓഫ് മാസിന് ആക്സിലറേഷൻ ഉണ്ട്. ഇനി ഈ സെന്റർ ഓഫ് മാസിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇതിന്റെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ മോഷൻ ക്യാൻസൽ ചെയ്യപ്പെടും. കാരണം നിങ്ങൾ അതിൽ ഇരിക്കുക. ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ട്രെയിനിൽ നോക്കിയാൽ ട്രെയിനിന്റെ സ്പീഡ് നിങ്ങൾ അറിയുമോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ട്രാൻസ്ലേഷൻ മോഷൻ കാണില്ല, നിങ്ങൾ ഓസിലേഷൻ മാത്രം കാണും. സെന്റർ ഓഫ് മാസ് ഇരുന്നുകൊണ്ട് ഈ സിസ്റ്റത്തെ നോക്കൂ. വാട്ട് ഡസ് ദ സിസ്റ്റം ഡു? സിസ്റ്റം ഡസ് ഓൺലി ഓസിലേഷൻ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. സെന്റർ ഓഫ് മാസ് ഇരുന്നു കൊണ്ട് നമുക്ക് ഇക്വേഷൻ എഴുതണമെങ്കിൽ സ്യൂഡോ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം സെന്റർ ഓഫ് മാസിന് ആക്സിലറേഷൻ ഉണ്ട്. ഓക്കെ, CM frame is CM frame has what? Acceleration. So apply what? Apply pseudo force. എങ്ങനെയാ സ്യൂഡോ ഫോഴ്സ് അപ്ലൈ ചെയ്യുക? സെന്റർ ഓഫ് മാസ് നിങ്ങൾ ആക്സിലറേറ്റഡ് ഫ്രെയിമിൽ ഇരിക്കുമ്പോൾ സ്യൂഡോ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്ട് നമുക്ക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനോ വർക്ക് എനർജി തിയറോ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സ്യൂഡോ ഫോഴ്സ് എങ്ങനെയാ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാസ് ടൈംസ് ആക്സിലറേഷൻ ഓഫ് യുവർ ഫ്രെയിം. നിങ്ങൾ ഇരിക്കുന്ന ഫ്രെയിമിന്റെ ആക്സിലറേഷൻ ഏതാ? ഇത്. മാസ് ടൈംസ് ആക്സിലറേഷൻ ഓഫ് ദ ഫ്രെയിം. മാസ് എത്രയാ? m ടൈംസ് ദിസ് വൺ. അപ്പൊ ഇത് എത്രയാ? സ്യൂഡോ ഫോഴ്സ്. എങ്ങോട്ട് അപ്ലൈ ചെയ്യണം? എങ്ങോട്ടാണോ സെന്റർ ഓഫ് മാസിന്റെ ആക്സിലറേഷൻ അതിന് ഓപ്പോസിറ്റ്. സെന്റർ ഓഫ് മാസ് ഈസ് ആക്സിലേറ്റിംഗ് ദിസ് വേ, അതിന് ഓപ്പോസിറ്റ്. അപ്പൊ സ്യൂഡോ ഫോഴ്സ് എത്ര കിട്ടിയത്? സ്യൂഡോ ഫോഴ്സ് നോക്കൂട്ടികളെ, മാസ് ടൈംസ് ആക്സിലറേഷൻ. മാസ് ടൈംസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ F/m. ദാറ്റ് ഈസ് എ സ്യൂഡോ ഫോഴ്സ്. ഇനി എന്തിനും വേണം? ഈ മാസിനും അപ്ലൈ ചെയ്യണം. മാസ് ടൈംസ് ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് or mass times acceleration of the frame in which you are sitting. What's the frame in which you are sitting? Center of mass frame. What is its acceleration? This. അപ്പൊ m വെട്ടി പോകും. അപ്പൊ 2F/3 എന്ന് വരും. സി, അത് എങ്ങോട്ടാണോ സെന്റർ ഓഫ് മാസിന് ആക്സിലറേഷൻ അതിന് ഓപ്പോസിറ്റ്. 2F/3. അപ്പൊ ഈ രണ്ട് ഫോഴ്സും എന്താണ്? ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഈ രണ്ട് ഫോഴ്സും എന്താ? സ്യൂഡോ ഫോഴ്സ്. ഇതിൽ റിയൽ ഫോഴ്സ് ഏതാണ്? F. ഇനി സ്പ്രിംഗ് എക്സ്റ്റൻഡഡ് ആണ്. സ്പ്രിംഗ് ഫോഴ്സും റിയൽ ഫോഴ്സ് ആണ് കേട്ടോ, സ്പ്രിംഗ് ഫോഴ്സും. അപ്പൊ ഈ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഏതാ? ഈ സ്പ്രിംഗ് ഫോഴ്സിനെ നമുക്ക് ഇന്റേണൽ ഫോഴ്സ് ആയിട്ട് കരുതാം. ഇന്റേണൽ ഫോഴ്സസ് അതിലേക്ക് നമ്മൾ വരാം. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാ നോക്കിയേ? F അങ്ങോട്ടുണ്ട്, 2F/3 ഇങ്ങോട്ടുണ്ട്. അപ്പം നെറ്റ് ഫോഴ്സ് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ ലുക്ക് ഹിയർ. നെറ്റ് ഫോഴ്സ് ഏതായിരുന്നു? ഈ എമ്മിന് എത്രയായിരുന്നു നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്? F/3 ആയിരുന്നു ഇല്ലേ? ഇതിനും എത്രയാണ്? F മൈനസ് 2F/3 എന്ന് പറഞ്ഞാൽ F/3. സെന്റർ ഓഫ് മാസ് ഫ്രെയിമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഒരു സിസ്റ്റത്തിലെ നെറ്റ് ഫോഴ്സ് സെന്റർ ഓഫ് മാസ് ഫ്രെയിമിൽ 0 ആയിരിക്കും കുട്ടികളെ. ഈ F/3യും നോക്കൂ, F/3 കണ്ടോ? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈ F/3 F3 ഈക്വലും ഓപ്പോസിറ്റുമാണ്. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് അബൌട്ട് സെന്റർ ഓഫ് മാസ് ഫ്രെയിം വിൽ ബി 0. നെറ്റ് ഫോഴ്സ്, നെറ്റ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഞാൻ സ്യൂഡോയും കൂടെ കൂട്ടിയിട്ടാണ്. നെറ്റ് ഫോഴ്സ് ഇൻ സെന്റർ ഓഫ് മാസ് ഫ്രെയിം ഓൺ എ സിസ്റ്റം ഈസ് 0. അതുകൊണ്ടോ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. മൊമെന്റം കൺസേർവ്. F net is equal to 0. F net is 0 means what? Momentum is constant. കൺസേർവ്ഡ് ആയിരിക്കും. കൺസേർവ്ഡ്. കാരണം എന്താണ്? ഇത് കണ്ടോ, നെറ്റ് ഫോഴ്സ് 0 മൊമെന്റം കൺസർവ് ചെയ്യപ്പെടണം. എവിടെ? അബൌട്ട് സെന്റർ ഓഫ് മാസ് ഫ്രെയിം. ഇനി നിങ്ങൾ നോക്കിയേ, ഇതാ F/3 ഹിയർ, എക്സ്റ്റൻഡഡ് ആണെന്ന് വിചാരിക്കുക. F/3 ഹിയർ, സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ടാവും, എക്സ്റ്റൻഡഡ് ആണ്. ഈ ബ്ലോക്ക് x1 ഡിസ്പ്ലേസ് ആയെന്ന് വിചാരിക്കുക. x1 ഇത് ആദ്യമേ ഞാൻ വരച്ചിരുന്ന അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ആണ് കേട്ടോ. ഇനീഷ്യൽ സ്റ്റേജ്. ഇത് ഫൈനൽ സ്റ്റേജ്.
അപ്പൊ ഈ ബ്ലോക്ക് നോക്കിക്കേ x2 ഡിസ്പ്ലേ ആണെന്ന് വിചാരിക്കുക. x2 നമുക്കപ്പൊ x1 പ്ലസ് x2 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എപ്പോഴും ഈ രണ്ട് ബ്ലോക്കിനും സെന്റർ ഓഫ് മാസ് ഫ്രെയിമിൽ ഈക്വലും ഓപ്പോസിറ്റും മൊമെന്റം ആയിരിക്കും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെന്റം. എന്തുകൊണ്ടാ? ഇനീഷ്യൽ മൊമെന്റം 0 ആണ്. ഇനീഷ്യൽ മൊമെന്റം 0 ആണ്. അപ്പം എനി ടൈം മൊമെന്റം 0 ആയിരിക്കണം. എങ്ങനെ എനി ടൈം മൊമെന്റം 0 ആകുന്നത്? ഇതിന്റെ മൊമെന്റവും ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. എനി ടൈം മൊമെന്റം 0 ഇൻ സെന്റർ ഓഫ് മാസ് ഫ്രെയിം. എന്തുകൊണ്ടാണ്? ഇനീഷ്യലി ഇത് റെസ്റ്റിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. നോക്കൂ, connected with a spring, mass m1, constant velocity shown in the smooth horizontal, a constant force. ആദ്യമേ ഇത് റെസ്റ്റിലായിരുന്നു, kept at rest. നോക്കൂ, ആദ്യമേ റെസ്റ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കുക. സെന്റർ ഓഫ് മാസ് ഫ്രെയിമിൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന്. ഇതിന് ഇനീഷ്യലി മൊമെന്റം 0 ആയിരുന്നു, റെസ്റ്റിലായതുകൊണ്ട്. ഇതിലെ നെറ്റ് ഫോഴ്സ് സെന്റർ ഓഫ് മാസ് ഫ്രെയിമിൽ 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റം എത്രയാണോ അതായിരിക്കണം എപ്പോഴത്തെ മൊമെന്റം. അപ്പോൾ ഫൈനൽ മൊമെന്റം 0 ആയിരിക്കണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊമെന്റം +5 ആണെങ്കിൽ ഇതിന്റെ മൊമെന്റം അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും, -5 ആയിരിക്കും. മാക്സിമം എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി എത്രയാ? ഇതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും മാക്സിമം എക്സ്റ്റൻഷന്റെ ടൈമിൽ. അപ്പം ഇതിന്റെ 0 മൊമെന്റം ആണ്, ഇതിനും എന്തായിരിക്കണം? 0 മൊമെന്റം ആയിരിക്കണം. 0 മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വെലോസിറ്റി 0 ആകുമ്പോൾ ഇതിന്റെ വെലോസിറ്റി 0 ആവണം, മാൻഡേറ്ററി ആണ്. അല്ലാണ്ട് ഒരെണ്ണം മൂവ് ചെയ്യും ഒരെണ്ണം റെസ്റ്റിലും ആകാൻ പറ്റില്ല. രണ്ടും ഒന്നിച്ച് എന്തായിരിക്കണം? റെസ്റ്റിലായിരിക്കണം. രണ്ടും ഒന്നിച്ച് റെസ്റ്റിലേക്ക് വരണം. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് റെസ്റ്റിലാണ്. ഇപ്പോ v=0, ഇതിനും v=0. അപ്പം നമുക്ക് ഇവിടെ വർക്ക് എനർജി തിയറം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വർക്ക് എനർജി തിയറം വർക്ക് എനർജി തിയറം പറയുന്നത് എന്താ? ഡെൽറ്റ കെ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ സിസ്റ്റം ഈസ് വർക്ക് ഡൺ ബൈ all forces. But delta K is equal to what? Work done by external. നോക്കൂ, വർക്ക് ഡൺ ബൈ ഇതിനെ രണ്ടിനെ ഞാൻ എക്സ്റ്റേണൽ എന്ന് വിളിക്കുന്നു. കണ്ടോ, ഇത് രണ്ടും സെന്റർ ഓഫ് മാസ് ഫ്രെയിമിൽ ഇരിക്കുമ്പോൾ ഈ രണ്ട് ഫോഴ്സ് ആണ് എക്സ്റ്റേണൽ, പ്ലസ് വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ്. വേറെ ഫോഴ്സ് ഒന്നുമില്ല. ഇതിന്റെ വെയിറ്റും നോർമൽ റിയാക്ഷൻ എല്ലാം ഓൾറെഡി ബാലൻസ് ചെയ്തിട്ടുള്ളതാണ്. ഡെൽറ്റ കെ എത്രയാണ്? ഇവിടെ വെലോസിറ്റി രണ്ടിന്റെ 0 ആണ്, ഇവിടെയും രണ്ടിന്റെ വെലോസിറ്റി 0 ആണ്. അപ്പൊ ഡെൽറ്റ കെ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഇത് കണ്ടോ, ഇത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇത് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് കുട്ടികളെ. ഇത് ഈ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേ x2 എന്ന് ഞാൻ പറഞ്ഞു. ഫോഴ്സ് ഇൻറ്റു x2, ഇതും f/2. കണ്ടോ, ഈ ഫോഴ്സും f/2 ആണ്, ഇൻറ്റു x1. അപ്പൊ നമുക്ക് രണ്ടുകൂടെ കൂട്ടി ഫോഴ്സ് f/3 ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് x1 പ്ലസ് x2 പ്ലസ് വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ സ്പ്രിംഗ് ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. സോ വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നെഗറ്റീവ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എത്രയാ? ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, സ്പ്രിങ് നാച്ചുറൽ ലെങ്തിലാണ് ഉള്ളത്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഹാഫ് കെ ടോട്ടൽ എക്സ്റ്റൻഷന്റെ സ്ക്വയർ, x1 പ്ലസ് x2 സ്ക്വയർ, ഹാഫ് കെ x1 പ്ലസ് x2 സ്ക്വയർ. നമുക്ക് എന്താ വേണ്ടത്? x1 പ്ലസ് x2 ആ. ഒരു പേർ ഇവിടെ വെട്ടിക്കളയാം അല്ലേ, ഒരെണ്ണം, കാരണം അതർ സൈഡ് 0 ആയതുകൊണ്ട്. ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി? പോസിറ്റീവായി. അങ്ങനെ x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു f/3 ഓൾറെഡി അവിടെ ഉണ്ട്, 2 അങ്ങോട്ട് പോയി, k താഴേക്ക് വന്നു, 2f/3k. ഇത് സെന്റർ ഓഫ് മാസ് ഫ്രെയിം അല്ലാതെയും ചെയ്യാം, ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്. നിങ്ങൾക്ക് അറിയില്ലാത്ത കോൺസെപ്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത് ഡിഫിക്കൽട്ട് ആണോ? സെന്റർ ഓഫ് മാസ് ഫ്രെയിം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്. സെന്റർ ഓഫ് മാസ് ഫ്രെയിം ആക്സിലറേറ്റഡ് ആണോ ചെക്ക് ചെയ്യുക. എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ആക്സിലറേറ്റഡ് ആയിരിക്കും, അതിന്റെ സംശയമൊന്നും വേണ്ട.
എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് എങ്കിൽ സെന്റർ ഓഫ് മാസ് ആക്സലറേറ്റഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെന്റർ ഓഫ് മാസ് ഫ്രെയിമിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് ന്യൂട്ടൺസ് ലോവോ അല്ലെങ്കിൽ വർക്ക് എനർജി തിയറമോ എനിത്തിങ് യു ക്യാൻ അപ്ലൈ ഓൺലി ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് സ്യൂഡോ ഫോഴ്സ്. എങ്ങനെയാണ് സ്യൂഡോ ഫോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഒരു പാർട്ടിക്കിൾ സ്യൂഡോ ഫോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ പാർട്ടിക്കിളിന്റെ മാസ് ടൈംസ് ആക്സലറേഷൻ ഓഫ് ഫ്രെയിം ഇൻ വിച്ച് യു ആർ സിറ്റിംഗ്. നിങ്ങൾ ഇരിക്കുന്ന ഫ്രെയിമിന്റെ ആക്സലറേഷൻ അത് എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്? നിങ്ങളുടെ ഫ്രെയിമിന്റെ ആക്സലറേഷൻ എങ്ങോട്ടാണോ അതിന് ഓപ്പോസിറ്റ്. ഓക്കെ ആണോ? ഇസ് ഇറ്റ് ഓക്കെ ഫോർ യു? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ ഒപ്പം ചെയ്യണം കേട്ടോ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, look here all of you. A straight track is tangent to a circular track of radius r. This is a circular track of radius r. Okay, this is a straight track which is tangential to the circular track of radius r. Two particles A and B start simultaneously from a common point of the track. A moves with uniform velocity v on a straight track. അപ്പോൾ ഇതാണ് A. A എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഇത് A that is moving with a speed u along a straight track. This is a straight track. Whereas the point B, പക്ഷെ ഈ പോയിന്റ് B ഉണ്ടല്ലോ അതെന്താ ചെയ്യുന്നത്? On a circular track always moves with whereas the point B on circular track. പോയിന്റ് B എങ്ങനെയാ മൂവ് ചെയ്യുന്നത്? സർക്കുലർ ട്രാക്കിൽ. പിന്നെ എന്താ പ്രത്യേകത? ഒരെണ്ണം സ്ട്രേറ്റ് ട്രാക്കിൽ പോകുന്നു, ഒരെണ്ണം സർക്കുലർ ട്രാക്കിൽ പോകുന്നു. അവ തമ്മിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഓൾവേസ് കീപ്പിംഗ് ഇറ്റ് സെൽഫ് കൊളീനിയർ വിത്ത് ദ സെന്റർ ഓഫ് ദ സർക്കുലർ ട്രാക്ക് ആൻഡ് ദ പോയിന്റ് എ. എയും സെന്ററുമായിട്ട് ഇത് കൊളീനിയർ ആയിട്ടാണ് ഉള്ളതെന്ന്. അപ്പൊ ബി ദേ ഇവിടെയായിരിക്കും. ബി ഈസ് ഹിയർ. ലുക്ക് ഹിയർ ചിൽഡ്രൻ. ഇത് സെന്റർ ആണ്. സെന്റർ. അപ്പൊ എനി ടൈം സെന്ററും ബിയും എയും ഒരേ ലൈനിലാണ്. എനി ടൈം ഇതിങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ, ഇതാ എ ഇവിടെയാണെങ്കിൽ ബി ഇവിടെ, സി ഇവിടെ. ഫൈൻഡ് ദ സ്യൂട്ടബിൾ എക്സ്പ്രഷൻ ഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷൻ ഓഫ് ബി. ഇതിന്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ബി വെൻ ഇറ്റ്സ് ആംഗുലാർ പൊസിഷൻ ഈസ് തീറ്റ. ആംഗുലാർ പൊസിഷൻ തീറ്റ ആകുമ്പോൾ ഇതിന്റെ ആക്സലറേഷൻ. ഇതിന് ഒരു സെന്റിമീറ്റർ ആക്സലറേഷൻ ഉണ്ടാവാം, ഒരു ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടാവാം. രണ്ടും കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം. അങ്ങനെയാണ് ആക്സലറേഷൻ കണ്ടുപിടിക്കുക. ആരുടെ? ബിയുടെ. ഇനി നോക്കിയേ, ഈ ആംഗിൾ രണ്ടിനും ഒരുപോലെയല്ലേ കുട്ടികളെ? ദിസ് ആംഗിൾ ഈസ് സെയിം എന്ന് പറഞ്ഞാൽ ഡി ഒമേഗ ബൈ ഡി ടി രണ്ടിനും സെയിം ആണ്. തീറ്റ ഈസ് സെയിം. ആദ്യം മനസ്സിലാക്കേണ്ട, രണ്ടും സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ നോക്കൂ സെയിം ആണ്. ഇപ്പൊ രണ്ടിന്റെ ആംഗുലാർ സ്പീഡ് എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. ലുക്ക്, വാട്ട് ഐ എം ഗോയിങ് ടു സേ ഈസ് ആംഗുലാർ സ്പീഡ് ഒമേഗ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒമേഗ എ എന്ന് പറയുന്നത് ഒമേഗ ബി ക്യു ഈക്വൽ ആയിരിക്കണം. ദിസ് ഈസ് എ, ലെറ്റ് മീ റൈറ്റ്, ദിസ് ഈസ് എ, ദിസ് ഈസ് ബി ആൻഡ് ദിസ് പർട്ടിക്കുലർ പോയിന്റ് ഈസ് സി. ഒന്നുകൂടെ വൃത്തിക്ക് എഴുതാം, വേറെ കളർ എടുക്കാം. ഒമേഗ ഓഫ് എ മസ്റ്റ് ബി ഈക്വൽ ടു ഒമേഗ ഓഫ് ബി. അതിനെ ഞാൻ വെറും ഒമേഗ എന്ന് വിളിക്കുന്നു. ഈ ഒമേഗ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഒമേഗ കണ്ടുപിടിക്കാൻ എയുടെ ഒമേഗ കണ്ടുപിടിച്ചാൽ മതി. കാരണം ബിയുടെ ഒമേഗ അത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലായി. കാരണം എന്താ? ബിക്കോസ് ഒമേഗ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ഒമേഗ? ഡി തീറ്റ ബൈ ഡി ടി ആണ്. രണ്ടിനും ഒരേ തീറ്റയാണ്, രണ്ടിനും ഒരേ റേറ്റ് ഓഫ് ചേഞ്ചുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടിനും ഒരേ ആംഗുലാർ സ്പീഡാണെന്ന് പറഞ്ഞത്. ഇനി നോക്കൂ, ഇത് യു വെലോസിറ്റി ആണ്. ആ വെലോസിറ്റിയെ ഞാൻ എന്ത് ചെയ്യുന്നു? കമ്പോണന്റ് ആക്കുന്നു. ഒന്ന് എലോങ് ദ ലൈനും ദ ഈ കമ്പോണന്റ്, ദ അതർ കമ്പോണന്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ. ഇത് റേഡിയസ് ആയിട്ട് നിങ്ങൾ കരുതുകയാണെങ്കിൽ സിംപിളി തിങ്ക് ദാറ്റ് ഇറ്റ്സ് ബി റേഡിയസ്. എലോങ് ദ പെർപെൻഡിക്കുലർ ടു റേഡിയസ് ആൻഡ് എലോങ് ദ റേഡിയസ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ജോമെട്രി പ്രകാരം ഈ ആംഗിളും തീറ്റയായിരിക്കും. അതിന് സംശയമൊന്നും വേണ്ട. കാരണം എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് തീറ്റയാണ്, ഇത് 90 മൈനസ് തീറ്റ അല്ലേ? ഇത് 90 അല്ലേ? ഇത് ഓൾറെഡി 90 അല്ലേ? പെർപെൻഡിക്കുലർ അല്ലേ? ഇത് തീറ്റ ആയിരിക്കും. കാരണം ഇത് ഇതൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 90 കിട്ടണം. മൊത്തം ആംഗിൾ 180 ആണല്ലോ. അല്ലെങ്കിൽ തന്നെ അറിയാം, ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബിറ്റ്വീൻ ദെയർ പെർപെൻഡിക്കുലേഴ്സ്. കണ്ടോ? ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ആണ് ഇത്. കണ്ടോ? ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ആണ് ഇത്.
ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിളും അവയുടെ പെർപെൻഡിക്കുലർക്കിടയിലുള്ള ആംഗിളും സെയിം ആയിരിക്കും. കണ്ടോ? അതാണ് ഈ പറയുന്നത്. അപ്പം ആംഗുലാർ വെലോസിറ്റി നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് അറിയാമോ? ആംഗുലാർ വെലോസിറ്റി എഴുതണമെങ്കിൽ ഈ ടാൻജൻഷ്യൽ കമ്പോണന്റിനെ ഈ സെപ്പറേഷൻ കൊണ്ട് ഡിവൈഡ്, നമ്മൾ ഇങ്ങനെ എഴുതൂല്ലോ, വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് എഴുതില്ലേ. വി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർക്കുലാർ മോഷനിൽ വി എന്ന് പറയുന്നത് റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെലോസിറ്റി. ഇത് കണ്ടോ, വി ആർ ഒമേഗ, വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. അപ്പൊ നമ്മൾ ഇവിടെ ആംഗുലാർ വെലോസിറ്റി എടുക്കുമ്പോൾ ഈ യുവിന്റെ കമ്പോണന്റ് എടുക്കണം. ഏത് കമ്പോണന്റ് എടുക്കണം? ഈ റേഡിയൽ കമ്പോണന്റ് ആംഗുലാർ വെലോസിറ്റിയെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, യുവിന്റെ റേഡിയൽ കമ്പോണന്റ്. ഇതിനെ ലെറ്റ് മീ കോൾ ഇറ്റ് ടാൻജൻഷ്യൽ കമ്പോണന്റ്. ടാൻജൻഷ്യൽ കമ്പോണന്റ്, വാട്ട് ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് യു കോസ് തീറ്റ. ദാറ്റ് കോൺട്രിബ്യൂട്ട്. അതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഈ ഡിസ്റ്റൻസ് കൊണ്ട്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് ആർ ആണെങ്കിൽ ഇത് ആർ ബൈ കോസ് തീറ്റ ആയിരിക്കും. ദിസ് ഇസ് സ്മോൾ ആർ, ദിസ് ഈസ് ആർ ബൈ കോസ് തീറ്റ. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇത് ആറാണെങ്കിൽ ഇതെന്തായിരിക്കും? ആർ ബൈ കോസ് തീറ്റ ആയിരിക്കും. ആർ ബൈ കോസ് തീറ്റ. ആലോചിച്ചു. അപ്പൊ ഈ ഒമേഗ കിട്ടാൻ വേണ്ടിയിട്ട് ആംഗുലാർ വെലോസിറ്റി ഓഫ് എ അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഓഫ് ബി ഏതും എടുക്കാം, അത് ഒമേഗയാണ്. ആ ഒമേഗ കിട്ടാൻ എന്താ ചെയ്യുന്നത്? യു കോസ് തീറ്റനെ, വെലോസിറ്റിയെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. റേഡിയസ് എന്താ? ആർ ബൈ കോസ് തീറ്റ. ആർ ബൈ കോസ് തീറ്റ. വാട്ട് യു ഗെറ്റ് ഹിയർ? യു ബൈ ആർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. അങ്ങനെ ഒമേഗ കിട്ടിയാൽ പിന്നെ നമുക്കിതിന്റെ റേഡിയൽ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ഈ ആക്സലറേഷൻ സ്വീകരിച്ചിട്ട് എ സി കണ്ടുപിടിക്കാം. എങ്ങനെയാ കണ്ടുപിടിക്കുക? എ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എ സി സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഓഫ് ബി, എ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ബിയുടെ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആർ ഒമേഗ സ്ക്വയർ, ആർ ഒമേഗ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ ഇത്, ഒമേഗ എന്ന് പറഞ്ഞാൽ ഇത് എയുടെ അല്ലെങ്കിൽ ബിയുടെ ഒമേഗ തന്നെയാണ് എയുടെ ഒമേഗ. ബിയുടെ എയുടെ ഒരേ ഒമേഗയാണ്, അതുകൊണ്ട് ഒമേഗ എ ഒമേഗ ബി എന്ന് നമ്മൾ സെപ്പറേറ്റ് എഴുതേണ്ട കാര്യമില്ല. ആർ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിനെ സ്ക്വയർ ചെയ്യണം, ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടി കുട്ടികളെ? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒരു ആർ അവിടെ നിൽക്കും, കോസ് സ്ക്വയർ ഉണ്ട്, വീണ്ടും സ്ക്വയർ ചെയ്യുമ്പോൾ കോസ് ടു ദ പവർ 4 തീറ്റ. ഇതെന്ത് കിട്ടി? സെൻട്രിപിറ്റൽ ആക്സലറേഷൻ കിട്ടി. ഇനിയും ഇതിന്റെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടാവാം. ഇതിന് ഈ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലോ ടാൻജൻഷ്യൽ ഉണ്ടാവാം, അതുകൂടെ കണ്ടുപിടിക്കണം. എന്നിട്ട് വെക്ടറിൽ ആഡ് ചെയ്യണം. ഓക്കെ, ടാൻജൻഷ്യൽ ആക്സലറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ ടി ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ആർ ആൽഫയാണ്. ആൽഫ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? ആർ ഡി ഒമേഗ ബൈ ഡി ടി. ഡി ഒമേഗ ബൈ ഡി ടി. ദാ ഒമേഗ ഇവിടെ ഉണ്ട്, ദിസ് ഈസ് ഒമേഗ. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായി പറയുന്നത്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെറ്റ് മീ റൈറ്റ് ആർ, ആർ അതുപോലെ തന്നെ അടുത്ത ലൈനിൽ എഴുതാം. ആർ അതുപോലെ തന്നെ എഴുതി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു ബൈ ആർ അവിടെ ഉണ്ട് അല്ലേ. ഇനി കോസ് സ്ക്വയർ തീറ്റനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പൊ ഇവിടെ മൈനസ് ഞാൻ ഇട്ടു, സൈൻ തീറ്റ. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഡി ഒമേഗ ബൈ ഡി ടി, ഡി ഒമേഗ അല്ല, ഡി തീറ്റ ബൈ ഡി ടി, ഡി തീറ്റ ബൈ ഡി ടി, ഡി തീറ്റ ബൈ ഡി ടി മറക്കരുത്. എന്താണ് ഈ ഡി തീറ്റ ബൈ ഡി ടി? ഈ സാധനം ഒമേഗയാണ്. ഒമേഗ ഇവിടെ ഉണ്ട്, അതെടുത്ത് ഞാൻ എഴുതും. ദാ ഒമേഗ ഇവിടെ ഓൾറെഡി ഉണ്ട്, ഈ സാധനം ഇവിടെ എഴുതണം. അപ്പോൾ ലെറ്റ് മീ കണ്ടിന്യൂ. ഈ ആറും പോയതാണല്ലോ അല്ലേ. ലെറ്റ് മീ കണ്ടിന്യൂ. വാട്ട് ഹാവ് ഐ ടു ഫൈൻഡ്? ലെറ്റ് മീ സീ. ഐ വാണ്ട് ടു ഫൈൻഡ് 80 ടാൻജൻഷ്യൽ ആക്സലറേഷൻ. എന്തൊക്കെയാണ് കുട്ടികളെ അവിടെ പോയത്? ഞാനിതൊന്ന് കോപ്പി ചെയ്യട്ടെ. ലെറ്റ് മീ കോപ്പി ഇറ്റ് ഡൗൺ. അല്ല എങ്കിൽ ഞാൻ മിസ്റ്റേക്ക് ചെയ്യൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കോപ്പി, അത് കോപ്പി ചെയ്തു, ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതുപോലെ അപ്പൊ 80 ഈസ് ഈക്വൽ ടു ആർ പോയി -2u കോസ് സൈൻ തീറ്റ കോസ് തീറ്റ. പിന്നെ ഡി ഒമേഗ ബൈ ഡി ടി എന്താണ് കുട്ടികളെ? ഡി ഒമേഗ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ബൈ ഡി ടി. ഡി തീറ്റ ബൈ ഡി ടി എവിടെയാ? യു ബൈ ആർ കോസ് സ്ക്വയർ തീറ്റ. യു ബൈ ആർ
കോസ് സ്ക്വയർ തീറ്റ. അതാണ് ഒമേഗ. ദിസ് വൺ ഈസ് ഒമേഗ. ഒമേഗ ഈസ് ദിസ്. അപ്പോൾ ഇവിടെ എ ടി എനിക്ക് എന്ത് എഴുതാൻ പറ്റും? -2u സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ കോസ് ക്യൂബ് തീറ്റ സൈൻ തീറ്റ. കോസ് ക്യൂബ് തീറ്റ സൈൻ തീറ്റ. രണ്ട് കിട്ടിയില്ലേ? ഈ മൈനസ് പറയുന്നത് എന്താണെന്നറിയാവോ? ഇത് ആക്സലറേഷൻ അല്ല, ടാൻജൻഷ്യൽ ആക്സലറേഷൻ അല്ല, ടാൻജൻഷ്യൽ റിട്ടാർഡേഷൻ ആണെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ച് കാണിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വേറെ കളർ എടുക്കാം, ബ്ലൂ എടുക്കാം, ബ്ലൂ കളർ. ഇത് റേഡിയൽ ആക്സലറേഷൻ അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടല്ലോ കുട്ടികളെ, ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ, ഓപ്പോസിറ്റ് ടു വെലോസിറ്റി ആണ് ടാൻജൻഷ്യൽ ആക്സലറേഷൻ. ഇത് രണ്ടുകൂടെ വെക്ടറിലി ആഡ് ചെയ്യണം, അങ്ങനെ നമുക്ക് എ കിട്ടും. എ. സോ ലുക്ക്, എ ഈസ് ഈക്വൽ ടു വാട്ട്? റൂട്ട് എ സി സ്ക്വയർ, എ സി സ്ക്വയർ പ്ലസ് എ ടി സ്ക്വയർ. റൂട്ട് എ സി സ്ക്വയർ പ്ലസ് എ ടി സ്ക്വയർ. കോമൺ ഔട്ട് ആയിട്ടുള്ളതെല്ലാം നമുക്ക് കോമൺ ഔട്ട് ചെയ്യാം. എന്താ? ഒമേഗ സ്ക്വയർ ബൈ ആറ് രണ്ടിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇത് രണ്ടും നോക്കിയാ നിങ്ങൾ. ലുക്ക്, ഇത് നോക്കൂ നിങ്ങൾ. 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആയി. പിന്നെന്താ? കോസ് ടു ദ പവർ 6 തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. ഇതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. ഈ കോസ് ടു ദ പവർ 6 നമുക്ക് എടുക്കുകയാണെങ്കിൽ കോസ് ക്യൂബ് വന്നില്ലേ? യു സ്ക്വയർ ബൈ ആർ കോസ് ക്യൂബ് റൂട്ട് വാട്ട്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. 4 സൈൻ സ്ക്വയർ തീറ്റ. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ, ഒരു സൈൻ സ്ക്വയർ ഇതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ 1 ആവും. അപ്പം 4 സൈൻ സ്ക്വയറിൽ നിന്ന് 3 ആവും അല്ലേ? അപ്പൊ ഫൈനലി എങ്ങനെ വരും നോക്കാം. ഫൈനലി നമുക്ക് എന്താ വരുന്നത്? നെറ്റ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ആർ കോസ് ക്യൂബ് തീറ്റ ഇൻറ്റു 1 പ്ലസ് 3 സൈൻ സ്ക്വയർ തീറ്റ എന്ന് വന്നു. ദിസ് ഈസ് ദ ആൻസർ. ഇനി ഒരെണ്ണം കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. 1 മോർ. ഞാനും എടുത്തു, നിങ്ങളും എടുത്തോ? നിങ്ങളും എടുക്കാൻ പാടില്ല കേട്ടോ. വാട്ടർ. ഇത് മനസ്സിലായ കുട്ടികളെ? ബുദ്ധിമുട്ടുണ്ടോ ഇത്? നമ്മൾ 2 ആക്സിലറേഷൻ കണ്ടുപിടിച്ചു, വെക്ടറിൽ ആഡ് ചെയ്ത്, അത്രേ ഉള്ളൂ. കുറച്ച് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ ഉണ്ട്, ബട്ട് യു ക്യാൻ ഡു, ഐ തിങ്ക്. ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് റൊട്ടേഷൻ മെക്കാനിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. റൊട്ടേഷൻ ശ്രദ്ധിക്കൂ, വളരെ ശ്രദ്ധിക്കൂ. A horizontal force F is applied at the center of mass of a cylindrical object of mass m and radius r. ഇതിന്റെ സെന്ററിൽ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു. ഇതാ ഈ ഫോഴ്സ്, അതിന്റെ റേഡിയസ് r ആണ്, മാസ് m ആണ്. ഈ സാധനത്തിന്റെ മാസ് ഉണ്ടല്ലോ കുട്ടികളെ, സ്മോൾ ലെറ്റർ ആണ്. ഇനി എന്താണ്? പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിസ്. ഇതാണ് ആക്സിസ്. ആക്സിസ് കംസ് ഔട്ട്. അപ്പം ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ഗ്രൗണ്ട് ഈസ് മ്യൂ. ഇതിന്റെ ഇടയ്ക്ക്, ഇത് റഫ് സർഫസ് ആണ്, മ്യൂ ആണ് അതിന്റെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, മ്യൂ. ഇനി എന്താ വേണ്ടത്? മ്യൂ. ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഹാസ് ആൻ ആക്സലറേഷൻ എ. സെന്റർ ഓഫ് മാസിന്റെ ആക്സലറേഷൻ എ ആണ്. എ ആക്സലറേഷൻ എ. Given the object rolls without slipping. That's very important. Given the object rolls without slipping. സ്ലിപ്പിംഗ് ഇല്ല എന്ന് പറയുന്നുണ്ട്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? ബി ആൻഡ് സി. എത്ര പെട്ടെന്ന് ആൾക്കാർ ആൻസർ പറഞ്ഞത്? ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഹാവ് യു സീൻ ദിസ് ക്വസ്റ്റ്യൻ? ഹാവ് യു സീൻ ദിസ് ക്വസ്റ്റ്യൻ എനിവേ? കണ്ടിട്ടുള്ളവരൊന്ന് ചാറ്റ് ചെയ്തേ. കണ്ടിട്ടുള്ളവർ മാത്രം ചാറ്റ് ചെയ്തു. എവിടെയാണെന്ന് പറയണ്ട, കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ കുറെ അഡ്വാൻസിന്റെ കുറെ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് നിങ്ങൾക്കായിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നുമില്ല, കാണുന്നുമില്ല, അല്ലേ? ഇത് അതിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വൺ ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഇത് എടുത്ത് എന്തിനാണെന്നറിയാവോ? നിങ്ങൾ എത്ര പേര് അത് കണ്ടിട്ടുണ്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതിലെ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ദിസ് ഈസ് ദ ഓൺലി ക്വസ്റ്റ്യൻ ഐ ആം ഗോയിങ് ടു റിപ്പീറ്റ്. കുറച്ച് കുട്ടികൾ കണ്ടിട്ടുണ്ടാവും, 3-4 കുട്ടികൾ. അതിന് വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ടത്? ഓക്കെ, ബേസിക്കലി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ കുട്ടികളെ, ഫ്രിക്ഷൻ ഇല്ലേ എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ ഇത് സ്ലിപ്പ് ചെയ്ത് മുന്നോട്ട് പോകും, ശരിയല്ലേ? ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ സ്ലിപ്പ് ചെയ്യും. ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് സ്ലിപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഒപ്പോസസ് ഇംബെൻഡിങ് മോഷൻ. ഇംബെൻഡിങ് മോഷൻ മുന്നോട്ടാണ്, ഇംബെൻഡിങ് റിലേറ്റീവ് മോഷൻ മുന്നോട്ടാണ്. അപ്പൊ ഫ്രിക്ഷൻ അതിനെ ഒപ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഫ്രിക്ഷൻ മസ്റ്റ് ബി ബാക്ക്വേർഡ്. ഫ്രിക്ഷൻ മസ്റ്റ് ബി ബാക്ക്വേർഡ്. പിന്നെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു mg ഉണ്ട്, ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, ബിക്കോസ് ദർ ഈസ് നത്തിങ് ഹാപ്പനിങ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. വാട്ട് ഹാപ്പൻസ് ഓൾ ഈസ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അതുകൊണ്ട് വെർട്ടിക്കൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ബാലൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് വെർട്ടിക്കൽ ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട, ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രം ചിന്തിക്കുക. ഹൊറിസോണ്ടൽ ഈ 2 ഫോഴ്സേ ഉള്ളൂ കേട്ടോ, വേറെ ഫോഴ്സ് ഒന്നുമില്ല. ഹൊറിസോണ്ടലി ഓൺലി ദീസ് 2 ഫോഴ്സസ് ആർ ദേർ. ഇനിയും ഇതിന് ഇങ്ങോട്ടൊരു ആക്സിലറേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എബൌട്ട് ദ സെന്റർ ദിസ് വൺ വിൽ പ്രൊഡ്യൂസ് ടോർക്ക്. അതുകൊണ്ട് ഇതിന് ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ടാവണം, എന്നാലേ ഇത് പ്യുവർ റോളിംഗ് ചെയ്യുകയുള്ളൂ കുട്ടികളെ. ആൽഫ. ഇനിയും ആൽഫയും എയും തമ്മിൽ ബന്ധമുണ്ട് പ്യുവർ റോളിംഗ്. ഈ ഒരു റിലേഷൻ ഉണ്ടല്ലോ, വി ഈസ് ഈക്വൽ ടു ആർ ആൽഫ അല്ലെങ്കിൽ ആർ ഒമേഗ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫോർ പ്യുവർ റോളിംഗ്. ഇതിനെ 2 സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ, പുറത്തിടാം, കോമൺ ആണ്, ഡി ഒമേഗ ബൈ ഡി ടി. കണ്ടോ, 2 സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ആക്സലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്, എ മസ്റ്റ് ബി ഈക്വൽ ടു ആർ. ഇത് ഡി ഒമേഗ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു അഡീഷണൽ കണ്ടീഷനാണ്. ഓക്കെ, വെലോസിറ്റിയും വെലോസിറ്റിയുടെ ഡെറിവേറ്റീവും മാച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ ആയിരിക്കണം, അതിന്റെ ഡെറിവേറ്റീവും സെയിം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു എ ആക്സലേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് മസ്റ്റ് ബി ഈക്വൽ ടു ആർ ആൽഫ. ഇനി ആൽഫ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എ ബൈ ആർ എടുത്താൽ മതി, എവിടെയെങ്കിലും എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ. ഇനി എനിക്ക് ഒരു കാര്യം ചെയ്യാം, ന്യൂട്ടന്റെ ഇക്വേഷൻ എഴുതാം. അതിന് മുമ്പ് ഞാൻ ടോർക്ക് ഇക്വേഷൻ എഴുതുകയാണ്. ടോർക്ക് അബൌട്ട് സെന്റർ ഓഫ് മാസ്. ആരാ ടോർക്ക് ഉണ്ടാക്കുന്നത്? ഈ ഫോഴ്സ് മാത്രമേ ടോർക്ക് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ എത്രയാ ടോർക്ക്? എഫ് ഇൻറ്റു ആർ. ലെറ്റ് മീ റൈറ്റ് എഫ്, സ്മോൾ ലെറ്റർ എഫ് ഇൻറ്റു ആർ, ദാറ്റ്സ് എ ടോർക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനീഷ്യ ഇൻറ്റു ആൽഫ. ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ഞാൻ ഈ എഫ് ഒന്ന് കണ്ടുപിടിക്കുക. എഫ് എന്താ ഞാൻ കണ്ടുപിടിക്കുന്നത്? ഈ എഫ് ഒന്ന് കണ്ടുപിടിക്കുക. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു വാട്ട് വിൽ ഐ ഗെറ്റ്? എഫ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ ഡിവൈഡഡ് ബൈ ആർ. ഇനി ആൽഫയ്ക്ക് ഞാൻ എ ബൈ ആർ കൊടുക്കുക. ആൽഫയ്ക്ക് എ ബൈ ആർ. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്തായി? ഐ എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഏതാ? ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എനിക്ക് കിട്ടി. ഇനി ഞാൻ ന്യൂട്ടന്റെ ലോ അപ്ലൈ ചെയ്യുക. ന്യൂട്ടന്റെ ലോ എന്താണ് കുട്ടികളെ? ന്യൂട്ടന്റെ ലോ എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സിലറേഷൻ. നെറ്റ് ഫോഴ്സ് ഏതാ? എഫ് മൈനസ് എഫ് ഈസ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. എന്തിനാ ഈ എഫ് കണ്ടുപിടിച്ചതെന്നറിയാവോ? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്തായി? എഫ് ഇത് അപ്പുറം പോയെന്ന് വിചാരിക്കുക. എം എ പ്ലസ് ഐ എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതിൽ നിന്ന് എ കണ്ടുപിടിക്കൂ. എ, വാട്ട് ഈസ് ആക്സിലറേഷൻ ഓഫ് ദ ബോഡി? ദാറ്റ് ഈസ് ഈക്വൽ ടു acceleration is equal to F divided by what you will get? M
പ്ലസ് ഐ ബൈ ആർ സ്ക്വയർ. അല്ലേ കുട്ടികളെ? ഇതെന്തിനാണ് ഞാൻ കണ്ടുപിടിച്ചത്? കാരണം ഓപ്ഷനിൽ ആക്സലറേഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അല്ലേ? ഓരോ ഓപ്ഷനും നമുക്ക് എടുത്തു നോക്കാം. ഓരോ ഓപ്ഷനും എടുത്തു നോക്കാം. നോക്ക്, ഫസ്റ്റ് ഓപ്ഷൻ നോക്കി. ഫോർ സെയിം ഫോഴ്സ് എഫ്, വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡസ് നോട്ട് ചേഞ്ച് വെദർ സിലിണ്ടർ ഓർ സിലിണ്ടർ ഈസ് സോളിഡ് ഓർ ഹാളോ. സോളിഡും ഹാളോയും ആകുമ്പോൾ ആക്സലറേഷൻ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? സോളിഡിനും ഹാളോയ്ക്കും ഇക്വേഷൻ എഴുതുക. ഫോർ സോളിഡ് ആൻഡ് ഹാളോ. സോളിഡ് ഐ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സോളിഡിന് ഐ എന്ന് പറഞ്ഞ എം ആർ സ്ക്വയർ ബൈ 2 ആണ്. ഐ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഫോർ സോളിഡ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2. അപ്പൊ എം ബൈ 2 എം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ആക്സലറേഷൻ എത്ര കിട്ടി? എഫ് ഡിവൈഡഡ് ബൈ 3m ബൈ 2 എന്നുള്ള മുകളിലോട്ട് പോയി. ദാറ്റ്സ് വൺ. ആലോചിച്ച് നോക്കൂ, ഞാൻ ഈ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത്രേ ഉള്ളൂ. എം ആർ സ്ക്വയർ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർ സ്ക്വയർ പോയി. അപ്പൊ എം ബൈ 2 എന്ന് വന്നു ഇവിടെ. അപ്പൊ 3m ബൈ 2 മുകളിലോട്ട് പോയി. ഇനി ഹോളോ ആണെങ്കിലോ, ഹോളോ സിലിണ്ടർ ആണെങ്കിൽ റിങ്ങിന്റെ അതേ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറഞ്ഞാൽ എം ആർ സ്ക്വയർ ആണ്. ഇത് എം ആർ സ്ക്വയർ. ആർ സ്ക്വയർ പോയാൽ എം പ്ലസ് എം 2m. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു എത്രയാ? എഫ് ഡിവൈഡഡ് ബൈ 2m. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. ഈ സിലിണ്ടർ സോളിഡ് ആണെങ്കിലും ഹോളോ ആണെങ്കിലും ആക്സലറേഷൻ ഡിഫർ ചെയ്യും. ഓക്കെ, രണ്ടിനും ഒരേ ആക്സലറേഷൻ ആയിരിക്കില്ല. അപ്പൊ ആദ്യത്തെ തെറ്റല്ലേ? ഫസ്റ്റ് വൺ ഈസ് റോങ്. നോക്കൂ, ഫോർ ദ സെയിം എഫ്, വാല്യൂ ഓഫ് എ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വെദർ ദ സിലിണ്ടർ ഈസ് സോളിഡ് ഓർ. ദാറ്റ്സ് റോങ്. ഇനി ബി അവിടെ നിൽക്കട്ടെ. ബി നമുക്ക് ചെക്ക് ചെയ്യാം. മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് എ ഈസ് 2 mu എന്ന് പറയുന്നത് സോളിഡ് സിലിണ്ടർ കേസിൽ അതവിടെ നിൽക്കട്ടെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൺ ദ ഒബ്ജക്ട് ഡ്യൂ ടു ദ ഗ്രൗണ്ട് ഈസ് ഓൾവേസ് mu mg. റോങ്. കാരണം ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. അതെപ്പോഴും mu mg ആയിരിക്കില്ല. ദാറ്റ് ക്യാൻ ചേഞ്ച്. ഇനി ഫോർ തിൻ വാൾഡ് ഹാളോ സിലിണ്ടർ എ ഈസ് ഈക്വൽ ടു എഫ് ബൈ 2m. അത് നമ്മൾ കണ്ടതാ. ഇതല്ലേ എഫ് ബൈ 2m? ഇതാ ഹോളോ സിലിണ്ടറിന് എ ഈസ് ഈക്വൽ ടു എഫ് ബൈ 2m ആണെന്ന് നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് ഇതാ ഈ സംഭവം ഒന്ന് ചെക്ക് ചെയ്യണം. ഇതാ ഈ സാധനം. ഫോർ സോളിഡ് സിലിണ്ടർ ആക്സലറേഷൻ എത്രയാണെന്ന് നോക്കി. ലുക്ക് അറ്റ് ആക്സലറേഷൻ ഓഫ് സോളിഡ് സിലിണ്ടർ. ഫോർ സോളിഡ് സിലിണ്ടർ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 2f ഡിവൈഡഡ് ബൈ 3m. നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. എഫ് മൈനസ് എഫ് ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എഫ് ഈസ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സലറേഷൻ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ എഫ് ഒന്ന് കണ്ടുപിടിക്കുന്നു. ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ദിസ് എഫ്. സോ വാട്ട് വിൽ ഐ ഗെറ്റ്? എഫ് ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എം എ. എഫ് മൈനസ് എം എ മൈനസ് എം എ എന്നുള്ളത് എത്രയാ? 2f ഡിവൈഡഡ് ബൈ 3m. എം എ എന്ന് പറഞ്ഞാൽ 2f ബൈ 3 ഇല്ലേ? എം വെട്ടിക്കളയാം. അങ്ങനെ എനിക്ക് എഫ് ഈസ് ഈക്വൽ ടു നോ എഫിനാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ. എനിക്ക് എന്താണ് അവിടെ വേണ്ടത്? വെയിറ്റ്. അവിടെ എനിക്ക് വേണ്ടത് മാക്സിമം പോസിബിൾ വാല്യൂ, സോളിഡ് സിലിണ്ടർ മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് എ. ആക്സലറേഷൻ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എഫ് അല്ല, സോറി. മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലുക്ക് ചെയ്യാം. ആക്സലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. എഫിന് 3ma by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഈസ് ഈക്വൽ ടു വാട്ട് വിൽ ഐ ഗെറ്റ്? എഫ് മൈനസ് എം എ. ഈ എഫ് ഉണ്ടല്ലോ കുട്ടികളെ, ഇവിടെ നോക്കിയിട്ട് ഈ എഫിന് എന്ത് എഴുതാം? 3ma by 2 എന്ന് എഴുതാം. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു 3ma by 2 മൈനസ് എം എ. ദാറ്റ് ഈസ് ma by 2. ഞാൻ എന്തിനാ ഈ എഫ് കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിനാ കണ്ടുപിടിച്ചത്? കാരണം ഫ്രിക്ഷണൽ ഫോഴ്സിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mu n. n എന്ന് പറഞ്ഞാൽ mg. mu mg. അപ്പം എഫ് എത്രയാണ് നമുക്ക് കിട്ടിയത്? എഫ് ഈസ് ഈക്വൽ ടു ma by 2 കിട്ടിയിട്ടുണ്ട്. അത് ഞാനിവിടെ എഴുതുന്നു. ma
by 2 is less than or equal to mu mg. രണ്ടിടത്തുനിന്ന് m വെട്ടിക്കളയാം. അപ്പൊ a is less than or equal to 2 mu g എന്ന് വന്നു. a എന്ന് പറയുന്നതിന് ലോവർ ലിമിറ്റ് ഇല്ല, അപ്പർ ലിമിറ്റ് ഉണ്ട്. അപ്പൊ a മാക്സ് എത്രയാണ് കുട്ടികളെ? ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം ആക്സലറേഷൻ എത്രയാണ്? മാക്സിമം ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 2 mu g എന്ന് കിട്ടി. മാക്സിമം ആക്സലറേഷൻ ഇൻ ദ കേസ് ഓഫ് സോളിഡ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു 2 mu g എന്ന് കിട്ടി. അതാണോ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ലെറ്റ് us see. 2 mu g. അപ്പം ഇതില് ഏതൊക്കെയാ? ബിയും ഡിയും മാത്രമേ കറക്റ്റ് ഉള്ളൂ. ബി ആൻഡ് ഡി ആർ കറക്റ്റ്. ബി ആൻഡ് ഡി ആർ കറക്റ്റ്. ഓക്കെ കുട്ടികളെ, നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കാണുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. വേറെ മാർഗമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിലെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. സെൽഫ് സ്റ്റഡി. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ ഒരു 2 ഹോംവർക്ക് ഞാൻ തരാം. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇത് സ്വന്തം ചെയ്യേ. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അതോടെ ചെയ്യണം, എല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച, ബട്ട് ഐ ആം ടയർഡ് എ ലിറ്റിൽ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതും ചെയ്യുക. ദിസ് ഓൾസോ ഈസ് ഇമ്പോർട്ടൻറ്റ്. സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബാക്കിയുള്ള ഫിസിക്സ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യും. മാക്സിമം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ കെമിസ്ട്രിയും മാത്സും നിങ്ങൾക്ക് തരും. ഡോണ്ട് വറി. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. മാക്സിമം സ്വന്തം പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ ഓൾ ദ ടൈം. സീ യു ലേറ്റർ.